ഇനി അധ്യാപകരുടെ ഊഴമാണ്. ഇവിടെ വന്ന് സാറിന് ആശംസകൾ അർപ്പിക്കാം. ഫാറൂഖ് സർ, അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി എൻ്റെ പ്രിയ അധ്യാപകൻ, മറ്റ് സ്റ്റേജിലെ പ്രമുഖ വ്യക്തികളെ, നല്ലവരായ എൻ്റെ അധ്യാപകന്മാർ, വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണ്. ഞാൻ ഈ സ്കൂൾ സ്റ്റേജുകളിൽ അധികം ഈ സ്കൂളിലൊന്നും പ്രസംഗിച്ചിട്ടില്ല, മറ്റ് സ്ഥലങ്ങളിലൊക്കെ പ്രസംഗിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനൊരു അവസരം അദ്ദേഹം പ്രത്യേകം കടപ്പാട് അറിയിക്കുന്നു. എനിക്കിങ്ങനെ നിൽക്കാനൊരു അവസരം ഉണ്ടാക്കി തന്നത് കലോത്സവത്തിൽ എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല. 96 കാലഘട്ടത്തിലെ അധ്യാപകനാണ്. എനിക്ക് ആദ്യത്തെ ഗിഫ്റ്റ് തന്ന റെയിനോട്സ് പെന്നൊക്കെ തന്ന സാറാണ്. സാർ ഓർക്കുന്നില്ല, ഞാൻ ഓർക്കുന്നു. അന്ന് ഞാൻ ആ സബ്ജക്റ്റിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട 2 സബ്ജക്റ്റാണ്. ബാക്കി സാറന്മാരൊക്കെ വെറുത്തതാണ് എൻ്റെ വിദ്യാർത്ഥി ജീവിതത്തിൽ. അവിടെ മുന്നോട്ട് മാത്സും അറബിയും കഴിഞ്ഞ് അറബി ആത്മീയ അല്ലെങ്കിൽ മത പഠനത്തിന് വേണ്ടി പോകാൻ വേണ്ടി ശ്രമിച്ചു. 2 വർഷം അത് പഠിച്ചു. അപ്പം ഞാൻ എപ്പോഴും ഓർക്കുകയാണ്, ഇങ്ങനെ സാറിൻ്റെ കീഴിലൊന്ന് ഇറക്കിയാലും സാറിൻ്റെ റിട്ടയർമെൻറ്റ് പാർട്ടിയിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടാക്കി തന്നു. അള്ളാഹുവിനെ സ്തുതിക്കുന്നു. എനിക്ക് കുറേ പറയാനുണ്ട്, സ്റ്റേജ് ഫിയറൊന്നുമില്ല. പക്ഷേ ഈ സ്റ്റേജിൽ ഞാൻ ഇതൊക്കെ പേടിക്കുന്നു, ആരൊക്കെ ഭയപ്പെടുന്നു. കാരണം എന്നെ ആരും മേലെ ഷോട്ട് ചെയ്താലും ഞാൻ എതിർത്ത് ഷോട്ട് ചെയ്യും. അതെൻ്റെ എൻ്റെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ്. പക്ഷേ ഞാൻ കലീൽ സാറിന് ഭയങ്കര പേടിയാണ്. കലീൽ സാറിന് മുമ്പ് അന്നെങ്ങനെയാണോ ഇപ്പോഴും അങ്ങനെ തന്നെ. അപ്പോൾ ആ സാറിൻ്റെ ഇത്രയും കൊല്ലത്തെ സർവീസിൽ എനിക്കെന്തോ ഞാൻ കുറേ സാറിൻ്റെ പഴയ ഫോട്ടോകളൊക്കെ ഇന്നലെ പോലെ സെർച്ച് ചെയ്യാം. കുറേ പഴയ സാറിൻ്റെ വീട്ടിലുള്ള ഫോട്ടോ ഒക്കെ അയപ്പിച്ചു. അതാണ് എനിക്കിഷ്ടപ്പെട്ടില്ല എൻ്റെ ഒരു ഫോട്ടോ പോലും. ഞാൻ സാറിനെ കാണിച്ചു കൊടുത്തില്ല, ഫോട്ടോ ആണ് നല്ലത്. പ്രത്യേകിച്ച് വിചാരിക്കുന്നത് നമ്മളൊരു റോൾ മോഡലാണ്. നമ്മൾ തന്നെ റോൾ മോഡലാണ്. ആദ്യം സമൂഹത്തിൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന സാറ് മാതൃകയാണ്. നമ്മുടെ തന്നെ ജീവിതത്തിൽ കുറേയേറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാറുണ്ട്. ഞാനൊരു ജൂനിയറാണ്. ജൂനിയർ ലൈബ്രറിയിൽ ആ പേര് പോലെ തന്നെ ജൂനിയറാണ്. അപ്പോൾ ഞാൻ അത്തരത്തിലാണ് സ്കൂളുകളിലൊക്കെ പോകുന്നത്. ഞാൻ കലീൽ സാറിൻ്റെ കോർഡിനേഷൻ കുറേ കോപ്പി അടിച്ചിട്ടുള്ളതാണ്. ഏത് പരിപാടി കുറേ ആളുകളെ ഏൽപ്പിച്ച് പരിപാടി നടത്തി വിജയിപ്പിച്ച ആളാണ്. അത് കലീൽ സാർ ജയിച്ച കോപ്പി അടിച്ചാണ്. സാറിനെ പറഞ്ഞ അത് ലെവലിൽ കൊണ്ടുവന്ന് ജീവിതത്തിൽ വിജയിച്ച് കഴിയാവുന്നതാണ്. ഇന്ന് ഞാനത് പറയുന്നത് 30 കൊല്ലം മുമ്പ് ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞ സംഭവം ഇല്ലാത്ത കാലത്ത് എന്നെ പൊക്കിപ്പിടിച്ച ആളുടെ പേരാണ് കലീൽ സാർ. അത് ചെറിയ കാര്യമല്ല. അതിവർ റൈനോട്സ്മെന്റ് തന്നിട്ട് ഈ ഭയങ്കര സംഭവമാണ്. ആ ട്യൂൺ ശരിക്കും എന്നെ പൊക്കിയെടുത്തു, എന്നെ സമൂഹത്തിൽ പലതും ചെയ്യാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ ഒരു കലീൽ സാറിന്റെ റിട്ടയർമെന്റ് പാർട്ടിയിൽ ഭാഗമാവുക, അല്ലെങ്കിൽ അതിൻ്റെ ആ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കലീൽ സാർ ഒരിക്കലും നമ്മളിത് പോയില്ല. വിളിച്ചാൽ കിട്ടുന്നിടത്ത് നമ്പറുണ്ട്, നമ്മൾ മൊബൈലിൽ വിളിക്കും, അഭിപ്രായങ്ങൾ ചോദിക്കും, അഡ്വൈസ് ചോദിക്കും. സാറിൻ്റെ ജീവിതം ഇനിയുള്ള കാലത്ത് സാർ റിലാക്സ് ആയിട്ട് ചെയ്യാം. ഞങ്ങൾ ടെൻഷൻ അടിച്ച് ചെയ്യുമ്പോൾ സാർ കൂളായിട്ട് ചെയ്യാം എന്ന പ്രതീക്ഷയിൽ സാറിനെ വിളിക്കുമെന്ന് മാത്രം പറഞ്ഞു ചെയ്യും. ഇസ്ലാം Respected dignitaries on the dais, my dear colleagues, ഞാൻ സർവീസിൽ കയറിയിട്ട് ഒരു 7-8 വർഷമായി. 7 വർഷമായി കാണും. പക്ഷെ ഇന്നേ വരെ ഒരാളുടെയും റിട്ടയർമെന്റ് പാർട്ടിയിൽ ഞാൻ വേദിയിൽ കയറി സംസാരിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരാൾ റിട്ടയർ ചെയ്യുന്ന വേദിയിൽ ഞാൻ കയറി സംസാരിക്കുന്നത്. ഈ ഒരു നാൾ
അത് ഒരു ദിവസം ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു, ഖലീൽ സാർ റിട്ടയർ ആകുമോ, അങ്ങനെ ഒരു സംഭവം ഖലീൽ സാർ ഉണ്ടോ എന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു. കാരണം അറിയില്ല, പക്ഷെ ഞാൻ ഇങ്ങനൊരു ദിവസം ഉണ്ടെങ്കിൽ എനിക്ക് അതിന് ഒരു എന്താ, എൻ്റെ ഉള്ളിൽ ജീവന്റെ ഒരു അംശം ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ദിവസം ഞാൻ എന്തായാലും ഈ വേദിയിൽ കയറി നിൽക്കും എന്ന് അന്നേ ഞാൻ തീരുമാനിച്ചുറപ്പിച്ചതാണ്. കാരണം ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് പോലും അവകാശപ്പെടാനാകാത്ത ഒരു ബന്ധം ഈ 2 വർഷത്തിനിടയിൽ എനിക്ക് ഖലീൽ സാറിനോടുണ്ട്. എന്താ പറയുമോ, ഈ 2 വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഖലീൽ സാറിന്റെ തെറി കേട്ടിട്ടുള്ളത് ഞാനാണ്. അപ്പോ അങ്ങനെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ബന്ധം ഞാൻ ഖലീൽ സാർ തമ്മിലുണ്ട്. ഞാൻ യാതൊരു ബന്ധവുമില്ലാത്തൊരു ഫീൽഡിലാണ് നമ്മുടെ സ്കൂളിലുള്ളത്. പക്ഷെ എന്നിരുന്നാൽ തന്നെ എനിക്ക് താല്പര്യമുള്ള മേഖലയിലേക്ക് എനിക്ക് അവസരം തന്നത് തീർച്ചയായിട്ടും ഖലീൽ സാർ തന്നെയാണ്. അത് യാതൊരുവിധ സംശയവുമില്ല. അതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ അധ്യാപകരെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. അതിൽ നമുക്കൊരു ദേഷ്യം തോന്നിയിട്ട് ഇഷ്ടം തോന്നിയ 2 അധ്യാപകരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ഒന്ന് സൈഫുദ്ദീൻ സാറാണ്, എൻ്റെ ഇംഗ്ലീഷ് അധ്യാപകൻ. അതിനുശേഷം ഇപ്പൊ ഖലീൽ സാറാണ്. ഖലീൽ സാറിന് ആദ്യം ഞാനിവിടെ നമ്മുടെ പഴയ പൊളിച്ച സ്കൂളിലായിരുന്നു ഖലീൽ സാറിന്റെ ഫസ്റ്റ് ഞാൻ ആദ്യമാണ് കാണുന്നത്. അപ്പൊ ഖലീൽ സാറിനെ കുറിച്ച് കേട്ടത് തന്നെ ഒരു മുരടൻ ഹെഡ് മാസ്റ്റർ അവിടെ ഉണ്ടെന്നാണ്. അങ്ങനെയാണ് ഞാൻ കേട്ടത്. പക്ഷെ എത്രയൊക്കെ നമ്മളെ വഴക്ക് പറഞ്ഞാലും, ഇപ്പൊ പലരും പറഞ്ഞ പോലെ കുറച്ച് കഴിഞ്ഞാലോ മുന്നേ ബാധിക്കുകയും അവിടെ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സ്നേഹത്തോടെ നമ്മളെ വിളിക്കുകയും എന്താ പറയാ, ഒരു ശാസനയിൽ എന്താ തന്നെ പറയാന്ന് എനിക്കറിയില്ല, ഒരു സ്നേഹം, ശാസന എന്നല്ലേ പറഞ്ഞല്ലേ, ഇവിടെ മലയാള അധ്യാപകന്മാരൊക്കെ ഉണ്ട്. അപ്പൊ ശാസനയിൽ ഒരു സ്നേഹം ഒളിപ്പിച്ചു വെക്കുന്ന ഒരു വ്യക്തിത്വമാണ്. നമുക്ക് ആർക്കും ദേഷ്യം തോന്നും, ആ കുറച്ച് കഴിഞ്ഞാൽ സാറിനോട് ഒരു ഇഷ്ടം തോന്നും. അങ്ങനത്തെ ഒരു പ്രത്യേകതയാണ്, ഒരു പ്രത്യേക ക്യാരക്ടറാണ് സാറിൻ്റെത്. അപ്പോൾ സാർ ഒരിക്കലും ഇപ്പൊ റിട്ടയർ ആയി പോകുമെന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയില്ല. ഇനിയിപ്പോ സ്കൂള് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിലിങ്ങനെ ഓരോ ആൾക്കാരെ ഇങ്ങനെ ലെഫ്റ്റ് അല്ലെങ്കിൽ റിമൂവ് എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോൾ ഖലീൽ സാറിനെ ഇങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ദിവസം എനിക്കറിയില്ല. ഞാനങ്ങനെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഔപചാരികതയൊക്കെയാണ് പലപ്പോഴും വേദിയിൽ വന്ന് കയറി സംസാരിക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഹൃദയം കൊണ്ടാണ്. എനിക്ക് അങ്ങനെ സംസാരിക്കാൻ തോന്നിയ ഒരേ ഒരു വേദി ഇത് തന്നെയാണ്. സാറിനെ എന്തായാലും ഒരുപാട് മിസ് ചെയ്യും. തീർച്ചയായിട്ടും സാറിനെ സ്കൂളും മിസ് ചെയ്യും, നമ്മളെല്ലാവരും സാറിനെ ഒരുപാട് മിസ് ചെയ്യും. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. സാറിന്റെ തെറിവിളി ഞാൻ എന്തായാലും ഒരുപാട് മിസ് ചെയ്യും, അത് ഷുവറാണ്. എന്താണെന്നറിയില്ല, എന്നാലും സാറിന് വേണ്ടി ഞാൻ ചെറിയൊരു സ്നേഹ സമ്മാനം ഒരുക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ ഇൻഷാല്ലാ കാണും. സറീന ടീച്ചറുടെ സഹായത്തോടുകൂടി ഞാൻ സറീന ടീച്ചറിന്റെ ചെറിയൊരു സ്നേഹ സമ്മാനം സാറിന് ഒരുക്കിയിട്ടുണ്ട്, സാറിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ കാണും. അപ്പോൾ എന്തായാലും സാർ, വി വിൽ മിസ് യു. സാറിന് ഹഗ് ചെയ്തല്ലേ, കുഴപ്പമില്ലെങ്കിൽ ഒന്ന് ഹഗ് ചെയ്തല്ലേ, കെട്ടിപ്പിടിച്ചു. സത്യത്തിൽ മഴയത്ത് എണീറ്റതാണ് ഞാൻ. പിന്നെ എന്താ പറയാ, ഖലീൽ സാറിനെ കുറിച്ച് നമ്മൾ ലാസ്റ്റ് പാർട്ടിയുണ്ടായിരുന്നു, അന്ന് സംസാരിച്ച് കഴിഞ്ഞതാണ്. പക്ഷേ നമ്മളൊരു പുസ്തകം വായിക്കാറുണ്ട്, അത് തീർന്നാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയാനില്ല. പുസ്തകം തീർന്നാൽ നമ്മളോട് വരും. ഒരു ലൈബ്രറിയാണ് നമ്മുടെ മുമ്പിലുള്ളതല്ലോ, അത് വായിച്ചാൽ തീരുമോ? നമ്മളൊരു ലൈബ്രറിൻ്റെ അകത്താണെങ്കിൽ അത് വായിച്ചാൽ തീരില്ല. അവരെ ഖലീൽ സാറിനെ കുറിച്ച്, ഖലീൽ സാർ ഒരു പുസ്തകമല്ല, ഒരു ലൈബ്രറിയാണ്. അപ്പൊ എത്രയോ കാര്യങ്ങൾ എനിക്ക് 10 സ്റ്റേജ് വന്നാലും സാറിനെ കുറിച്ച് പറയാനുള്ള ഒരുപാട് അവസരങ്ങളും ചാൻസും സാർ ഉണ്ടാക്കി തന്നിട്ടുണ്ട്.
പിന്നെ സ്വാദിക് സാർ ഇപ്പോൾ വന്ന് കെട്ടിപ്പിടിച്ചത് ഞാൻ എന്തൊക്കെ ചെയ്യുന്നെന്ന് വിചാരിച്ചു, അതെൻ്റെ അനിയൻ സ്വാദിക് സാർ ചെയ്തു. അപ്പൊ സത്യത്തിലേക്ക് അതിന് ഭയങ്കര എന്താ പറയാ, സാദിക് സാർ കെട്ടിപ്പിടിക്കാനും സാദിക് സാർ ഇങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പ്ലാൻ ചെയ്യാന്ന് പറയുമ്പോൾ മീൻസ് ഖലീൽ സാർ ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ച കാര്യങ്ങൾ എൻ്റെ അനിയൻ, എൻ്റെ യങ്ങർ ബ്രദർ സാദിക് സാർ ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി പറയാന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ. അത് ഷാനവാസ് സാറും പറഞ്ഞു കഴിഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ഒരു റിട്ടയർമെന്റ് പാർട്ടി എന്ന് പറയുമ്പോൾ അറിവ് ബോറി മഴയായതുകൊണ്ടാണ് ഒരു 2 മിനിറ്റ്. ഷാനവാസ് സാർ പറഞ്ഞ പോലെ ഖലീൽ സാറിനെ കുറിച്ച് ആരും ഒന്നും പറയേണ്ട ആവശ്യമില്ല. എനിക്കൊരു 4-5 ദിവസം മുമ്പ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ 1-2 പേര് എന്നെ കണ്ടിരുന്നു. ഞങ്ങളൊരു ഭക്ഷണം കഴിക്കാൻ ഒന്നിച്ചെത്തിയിരുന്നു. അപ്പം എന്നോട് ചോദിച്ചു, എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ പാർട്ടിക്ക് വിളിക്കുമോ, ഖലീൽ സാറിൻ്റെ റിട്ടയർമെൻറ്റ് പാർട്ടിക്ക് ഞങ്ങളെ വിളിക്കുമോ? ഞാൻ പറഞ്ഞു, സാറേ ഒരു പാർട്ടി ഓൾറെഡി കഴിഞ്ഞു, ഇനി ഞങ്ങൾ സ്കൂൾ കോംപ്ലക്സിലാണ്. അല്ല, ഗസ്റ്റായിട്ടല്ല, ഒട്ടമനാസ്. ഞാനപ്പം നമ്മളെപ്പോലെ വന്ന് പങ്കെടുക്കാനും ഇതാവാനും ഞങ്ങളെ വിളിക്കും. ഞാൻ പിന്നെ സെറീന മേഡത്തോട് സംസാരിച്ചു, നമ്മുടെ HM സാറിനോട് സംസാരിച്ചു. പിന്നെ അത് അൽഹംദുലില്ലാ മീൻസ് അത് അങ്ങനെ ചോദിക്കുമ്പോഴൊക്കെ നമുക്ക് എന്താ തോന്നേണ്ടത്, നമുക്ക് എന്താ ഫീൽ ചെയ്യേണ്ടത്, ശരിക്കും അത്ഭുതമാണ്. പിന്നെ നഷ്ടം എന്ന് പറയാൻ ഒരു 2-3 ദിവസം മുമ്പ് വരെ പേഴ്സണലായാലും ഫാമിലി മാറ്ററായാലും ഒഫീഷ്യലായാലും എവിടെയും പോയി എങ്ങനെയും കാണാൻ പറ്റിയ ഒരു സാറായിരുന്നു ഖലീൽ സാർ, ഒരു ബ്രദറായിരുന്നു. ഞാനന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരുപാട് ചിരിച്ചു. എന്നിട്ട് അതിനൊരു നമ്മുടെ ഇൻവിറ്റേഷനിൽ സെറീന മാഡം ലാഫിംഗ് എന്ന് പറഞ്ഞൊരു വേർഡ് കൂടി ചേർത്തിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ ഇൻവിറ്റേഷൻ. ഒരുപാട് ചിരിച്ചു, തമാശ പറഞ്ഞു. പക്ഷെ നഷ്ടം ഒരിക്കലും നികത്താൻ പറ്റില്ല. ഖലീൽ സാറിൻ്റെ വിടവ് തന്നെയാണ്. പിന്നെ പ്രിൻസിപ്പാൾ സാർ നമ്മളോട് പറഞ്ഞു, ഞാൻ ഖലീൽ സാറായി മാറാം. ഖലീൽ സാറായി മാറണ്ട, സാറായാൽ മതി. മീൻസ് ഗിവ് ആൻഡ് ടേക്ക് എന്നാണ് പറയുന്നത്. ഖലീൽ സാറിനെ സംബന്ധിച്ച് ഗിവൻ ഇല്ല, നമ്മളൊന്നും കൊടുക്കുന്നില്ല, എല്ലാം തിരിച്ചെടുക്കുന്ന പോലെയാണ് ഖലീൽ സാറിൽ. അപ്പോൾ ഗിവ് ആൻഡ് ടേക്ക് നമ്മൾ കൊടുത്താൽ നമുക്ക് തിരിച്ചു കിട്ടും. അതാണ് ഖലീൽ സാർ. ഒരുപാട് സാറിനോട് ഞാൻ ലാസ്റ്റ് പാർട്ടിയിൽ സൈഫ് സാറ് ഞാനും ഖലീൽ സാർ നിൽക്കുമ്പോൾ സൈഫ് സാർ ഇങ്ങനെ അത്ഭുതത്തോടെ ചോദിക്കുക, അത് ഖലീൽ സാർ പോണ്ടതാ, ഖലീൽ സാർ റിട്ടയർ ആയിട്ടതാ. സി ആ സർപ്രൈസ് എത്രത്തോളം ഷോക്ക് ഇടാമെന്ന് ആലോചിച്ചു. ഇത്ര ആയിപ്പെട്ട ഖലീൽ സാർ ഫിനിഷ് ആയിപ്പെട്ട എന്നാൽ നമുക്കൊരിക്കലും ആലോചിക്കാൻ പറ്റാത്തൊരു ആംബിയൻസ് ആണ് സാർ ഉണ്ടാക്കിയത്. എന്താ പറയുക, ഒരു ബ്രിഡ്ജ്, ഒരു സ്ട്രോങ് എന്താ പറയുക ഉണ്ടാക്കിയെടുത്തത്. സാറ് ജീവിതത്തിലും അതുപോലെ സാറുമായിട്ട് ഒരുപാട് 1-2 ഫെസ്റ്റ് ഹോസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. സാർ എപ്പോഴും പറയും, അബീബ് എന്ത് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യും എന്നുള്ള രീതിയിൽ. അത് ഞാൻ ഒരുപാട് നഷ്ടമാണ് സാറേ. ഒരു മൂത്ത ബ്രദറെ പോലെ പറയാൻ പറ്റില്ല. സബീനയുടെ കരഞ്ഞത് കേട്ടില്ലേ? സ്വാദിക്ക് പറഞ്ഞ പോലെ ജീവിതത്തിലൊരിക്കലും ഞാൻ ഒരുപാട് സ്റ്റേജിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഒരുപാട് വ്യത്യസ്ത സ്റ്റേജുകളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. മിനിക്കോയി ഫെസ്റ്റ് ഒക്കെ 2-3 വർഷം ഞാനാ ഹോസ്റ്റ് ചെയ്ത്. അന്ന് വലിയ ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും വിങ്ങിപ്പൊട്ടി ഒരു സ്റ്റേജിൽ ഇരിക്കേണ്ടി വന്നിട്ടില്ല. ഒരുപാട് സങ്കടമുണ്ട്. എല്ലാവിധ ആശംസകളും സാറിനും ഫാമിലിക്കും. പടച്ചോൻ ദീർഘായുസ്സ് തരട്ടെ, പടച്ചോൻ നന്നാക്കട്ടെ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഡിയർ കൊളീഗ്സ്, താങ്ക് യു. ഞാനില്ല മൗലാന സാറോടെയോ ഇനി ആരുമില്ലെങ്കിൽ അടുത്ത പരിപാടിയിലേക്ക് കേൾക്കാം. ഇനി ആരുമില്ലേ? ആർക്കും സംസാരിക്കാൻ വയ്യാത്ത ഒരു കണ്ടീഷനിലാണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് അടുത്ത പരിപാടി എന്നുള്ളത് നമ്മുടെ സ്വന്തം ബ്ലോഗറായ സാദിഖ് സാറിനുള്ള ഒരു സ്നേഹ സമ്മാനമായിട്ട് ഒരു സംഭവം ഒരുക്കിയിട്ടുണ്ട്. അപ്പം അത് വ്യൂ ചെയ്യാനായി ബഹുമാനപ്പെട്ട അധ്യാപകരെല്ലാവരും തന്നെ ഒന്ന് താഴെ ചെയറിൽ ഇരിക്കാൻ താല്പര്യപ്പെടുകയാണ്.
ജീവിതത്തിൻ്റെ ഒരധ്യായം സമാപനത്തിലേക്ക്. നാളെയുടെ വിദ്യാർത്ഥികൾക്ക് പകർന്ന അറിവിൻ്റെ വെളിച്ചം, സ്നേഹത്തിൻ്റെ നിഴലിൽ നയിച്ച ദിനങ്ങൾ, പ്രതീക്ഷയുടെ പാതയിലൂടെ സഞ്ചരിച്ച സ്മരണകൾ. ഔദ്യോഗിക ജീവിതം ഇവിടെ അവസാനിക്കും. പക്ഷേ നൽകിയ പാഠങ്ങൾ എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകും. ഒരിക്കൽ കൂടി നന്ദി, ഹൃദയം കൊണ്ട് ചേർത്ത് പിടിച്ചതിന്. Okay. A very good evening to respected education officer, Ravi sir, my boss, Rajendra sir, Shanav sir, SMC ഭാരവാഹികൾ, headmasters, colleagues, പ്രിയ ഓഫീസ് അംഗങ്ങളെ, ഇവിടെ വെച്ചാണ് തുടങ്ങേണ്ടത്, എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടതെന്നുള്ളത് പ്രയാസമായിരിക്കുകയാണ്. സാദിഖിൻ്റെ ആ സ്നേഹ സമ്മാനം എൻ്റെ പ്രസംഗം കഴിഞ്ഞിട്ടായാൽ മതിയായിരുന്നു, ഞാൻ കൊണ്ടുപോയി തീർക്കുമായിരുന്നു, അതിന് മുമ്പ് വേണ്ടിയില്ലായിരുന്നു.
എന്തായാലും ഒരുപാട് തവണ, ഒരു 1000 പ്രാവശ്യം ഞാൻ ആദ്യമായിട്ട് പഠിച്ചത് സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ 36 വർഷവും 6 മാസവും മറ്റന്നാളത്തേക്ക് ഒരു 16 ദിവസവും കൂടി ഗവൺമെന്റ് സർവീസിൽ തുടരാൻ അനുഗ്രഹം ചെയ്ത റബ്ബ്. ഞാൻ നേരത്തെ GSSന്റെ പാർട്ടിയിൽ പറഞ്ഞ പോലെ ഒരു പുനർജന്മത്തിൽ ജീവിക്കുന്ന വ്യക്തിത്വമാണ് ഞാൻ. 2011 ഒരു പ്രാവശ്യം മരിച്ചുപോയി. പിന്നീട് വീണ്ടും ജീവൻ ലഭിച്ചതാണ്. ആയുസിന്റെ ബലം അങ്ങനെ റബ്ബ് തിരിച്ചു കൊണ്ടുവന്നുവെന്ന് മാത്രമേ പറയാനുള്ളൂ. 1988 ഡിസംബർ 14-ാം തീയതിയാണ് ജോലിയിൽ പ്രവേശിക്കുന്നത്. ആന്ധ്രോത്ത് JPS മേച്ചേരിയിൽ ആദ്യമായിട്ട് പഠിപ്പിക്കാൻ ചെന്ന 1-ാം ക്ലാസ്സിലാണ്. ഡിപ്പാർട്ട്മെന്റ് അത് അടച്ചുപൂട്ടി. എൻ്റെ റിട്ടയർമെൻറ്റോടുകൂടി JPS മേച്ചേരിയും അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അവിടെ നിന്ന് ആരംഭിച്ച ഈ പ്രയാണം PM ശ്രീ ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഇൻഷാ അല്ലാഹ് മറ്റന്നാളത്തോടുകൂടെ തിരശ്ശീല വീഴുകയാണ്. 2005 സാറിവിടെ സൂചിപ്പിച്ചതുപോലെ SB സ്കൂൾ ഗേൾസിന്റെ ഹെഡ് മാസ്റ്ററായിട്ട് പ്രൊമോഷൻ ലഭിച്ചു. 2008 ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററായിട്ട് എൻ്റെ സീനിയേഴ്സ് ഷാഫിയും BB മുഹമ്മദും ഏറ്റെടുക്കാത്തതിനെ തുടർന്ന് ആ ചാൻസ് എനിക്കാണ് കിട്ടിയത്. ആന്ധ്രത്തിൽ 3 വർഷം 2011 മാർച്ച് വരെ ഹെഡ് മാസ്റ്ററായിട്ട് അവിടെ തുടർന്നു. പ്രിൻസിപ്പൽസിൻ്റെ പോസ്റ്റ് വന്ന് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഹെഡ് മാസ്റ്റേഴ്സിൻ്റെ പോസ്റ്റ് 4-5 ആയിട്ട് കുറക്കേണ്ടി വന്നു. അക്കാരണത്താൽ ജൂനിയറായ ഞാനും എന്നോടൊപ്പം ഉണ്ടായിരുന്ന 2 ടീച്ചേഴ്സും വീണ്ടും റിവേർട്ട് ചെയ്ത് SB സ്കൂൾ കവർത്തിയിലേക്ക് ഹെഡ് മാസ്റ്ററായിട്ട് ട്രാൻസ്ഫർ വന്നു. അവിടെ 2 വർഷം 2011 മുതൽ 13 വരെ അവിടെ വർക്ക് ചെയ്തു. ഏച്ഛമായിട്ട് വീണ്ടും ആന്ധ്രത്തിൽ പോയി 2018 ഹെഡ് മാസ്റ്ററും പ്രിൻസിപ്പലുമായിട്ട് അവിടെ വർക്ക് ചെയ്തു. 19 ജൂലൈ 16-ാം തീയതിയാണ് അത് കഴിഞ്ഞ് കവരത്തിയിലേക്ക് വന്നത്. കവരത്തിയിലേക്ക് വരുമ്പോൾ തന്നെ എനിക്കൊരു മടിയുണ്ടായിരുന്നു. പക്ഷെ നിവൃത്തിയില്ല, വന്നു. എൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് അവിടെ വന്നത് ബഹുമാന്യനായ രവി സാറാണ്. ഇവിടെ വന്നപ്പോൾ അസ്കരലി സാറായിരുന്നു ഡയറക്ടർ. സാറിൻ്റെ മനസ്സിൽ സാറിന് ലഭിച്ചിട്ടുണ്ടായിരുന്ന കുറേ തെറ്റായ വിവരങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു. പരിചയപ്പെട്ട് പ്രവർത്തന മേഖലയിലേക്ക് വന്നതിന് ശേഷം സാർ അത് പറഞ്ഞു കൊടുത്തിട്ടാണോ കണ്ടിട്ടാണോ എന്നറിയില്ല. സാർ പിന്നീട് അത് തീർച്ചയായിട്ടും തിരുത്തി എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യ വർഷം തന്നെ ഞാൻ കൊണ്ട് റിക്വസ്റ്റ് കൊടുത്തു, എനിക്ക് ആന്ധ്രത്തേക്ക് പോസ്റ്റ് വേക്കൻ്റ് ആണ്, ട്രാൻസ്ഫർ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ സാർ പറഞ്ഞത് പ്രിൻസിപ്പൽസിൻ്റെ പോസ്റ്റ് ട്രാൻസ്ഫർ നടക്കാൻ പോകുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് കലിയിലെ നാട്ടിലേക്ക് വിടാം. അന്ന് ശിവകുമാർ സാർ സെക്രട്ടറി എഡ്യൂക്കേഷൻ ആ പ്രപ്പോസൽ പ്രിൻസിപ്പൽസിൻ്റെ പ്രപ്പോസലിന് എന്തോ ഒരു കുറി വന്നു. അതോടുകൂടി എൻ്റെ ട്രാൻസ്ഫർ മുടങ്ങി. പിന്നീട് പ്രിൻസിപ്പൽസുമാർ എല്ലാ പ്രിൻസിപ്പൽസിൻ്റെയും വന്നില്ലെങ്കിലും രവി സാറ് അതിൻ്റെ ഇടയിൽ എഡ്യൂക്കേഷൻ ഓഫീസറായിട്ടും പ്രിൻസിപ്പൽ GSSS കവരത്തിയും ഡയറ്റും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നു. സാർ വന്നതിന് ശേഷം 2ാമത്തെ വർഷം ഞാൻ ഇവിടുത്തെ ടീച്ചേഴ്സായിട്ടൊക്കെ ആണെങ്കിൽ എനിക്ക് കവരത്തി ഒരു ഹരം പിടിച്ചു വരുന്ന സമയത്ത് സാർ എന്നോട് ചോദിച്ചു, ആന്ധ്രത്തേക്ക് ഇപ്പോൾ പോകുന്നുണ്ടോ, റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പം എന്തായാലും വേണ്ട, 3 വർഷം തികയട്ടെ. പിന്നീട് BB മുഹമ്മദ് സാർ അവിടെ പോയി.
അങ്ങനെ ആ ചാൻസ് പോയി. സാർ തിരിച്ചു വന്നതിന് ശേഷവും, സാർ അവിടെ നിന്ന് റിട്ടയർ ആയതിനു ശേഷം രവി സാർ ചോദിച്ചിരുന്നു ആന്ധ്രത്തേക്ക് പോകാൻ ഉദ്ദേശമുണ്ടോ എന്ന്. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞത്, ഞാൻ കവരത്തിയുമായിട്ട് ഇണങ്ങിപ്പോയി. പ്രത്യേകിച്ച് കവരത്തിയിലത്തെ അധ്യാപകരും അവിടുത്തെ രക്ഷിതാക്കളും SMC ഒക്കെ ആയിട്ട് വല്ലാണ്ട് ഇണങ്ങിപ്പോയി. ഞാനിനി ആന്ധ്രത്തേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ്. പക്ഷെ ഇപ്പോൾ ഓർക്കുകയാണ്, ആലോചിക്കുകയാണ്, ഞാൻ അന്ന് ട്രാൻസ്ഫർ മേടിച്ച് പോകേണ്ടിയിരുന്നു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇത്ര വിഷമം ഉണ്ടാവില്ലായിരുന്നു. അന്നെങ്ങാനും ട്രാൻസ്ഫറും വാങ്ങി ആന്ധ്രത്തേക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്ര വിഷമം എനിക്ക് റിട്ടയർമെന്റിൽ ഉണ്ടാവില്ലായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുകയാണ്. രജിസ്റ്റർ പറഞ്ഞു തന്നനുസരിച്ച മതിയായിരുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോട്ടാറിൽ കീശവും പറ്റിയതുപോലെ ഈ പറ്റിപ്പിടിച്ചത് എങ്ങനെ പറിച്ചെറിഞ്ഞിട്ട് പോകും എന്നൊരു വിഷമമാണ് എനിക്കുള്ളത്. പക്ഷെ പോകാതിരിക്കാൻ നിർവാഹമില്ല. 60 വയസ്സ് പൂർത്തിയായി എന്ന് ഞങ്ങളുടെ റിട്ടയറായ പോലീസ് കസാലി മർഹൂം പീത്താത്തര മാമിയോട് പറഞ്ഞ ഒരു വാക്കുകളാണ്. ഒരു സെപ്റ്റംബർ മാസം 16-ാം തീയതി 15-ാം തീയതി മറ്റോ ഏഴാപുരത്ത് നിന്ന് ഈ മാമിയാണെങ്കിൽ നല്ലപോലെ തേച്ച് മിതിക്ക് സ്വർണ്ണമൊക്കെ ഇട്ട് വരുന്ന ആളാണ്. വേളാപുരത്ത് നിന്ന് പറയാണ്, മാമി നിനക്ക് 60 വയസ്സായി എന്നുള്ളത് 30-ാം തീയതി നാട്ടുകാരും അറിയും, നീയും അറിയും. ശരിയാണ്, 60 വയസ്സായാൽ നാട്ടുകാർക്കും അറിയും, ഡിപ്പാർട്ട്മെന്റും അറിയും, എല്ലാവർക്കും അറിയും. അറിയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ അങ്ങനെ എന്തായാലും അത് പൂർത്തീകരിക്കാൻ പോവുകയാണ്. അൽഹംദുലില്ലാഹ്. ഇന്നാള് ഓഫീസിൽ വെച്ച് എനിക്ക് താജാണോ ഇർഷാദാണോ പറഞ്ഞതെന്ന് ഓർമ്മയില്ല, സാർ ഒരു 6 മാസം കൂടി ഇവിടെ നിൽക്കേണ്ടതായിരുന്നു. ഞാൻ ചോദിച്ചു, എന്തിനാ ഈ 6 മാസം? ഇപ്പൊ ചിലപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയെങ്കിലും ഒരു ഷോയ്ക്ക് വേണ്ടിയെങ്കിലും പാഞ്ഞ് നടക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തോ വലിയ അത്ഭുതമാണ്. പക്ഷെ ഞാൻ കുറച്ച് കഴിഞ്ഞ് നിങ്ങളോട് ചീത്ത പറയുമ്പോൾ നിങ്ങൾ കരുതും, നിങ്ങൾ തന്നെ പറയും ഇയാൾ 6 മാസം മുമ്പ് പോകേണ്ടതായിരുന്നു എന്ന് പറയുന്നുള്ളതിന് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് സ്വരം ചീത്തയാകുന്നതിന് മുമ്പ് പാട്ട് നിർത്തുക എന്നുള്ളത് തന്നെയാണ് ശരിയായ തത്വം. അതെന്തായാലും സന്തോഷത്തോടുകൂടെ പോകൽ തന്നെയാണ് നല്ലത്. പിന്നെ സാറിപ്പോ രവി സാർ അവിടെ ഇരിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ദയവ് ചെയ്ത് നാട്ടിൽ പോയി കഴിഞ്ഞാൽ SMC ചെയർമാനാകാൻ നിൽക്കല്ലേ എന്ന് സാർ പറഞ്ഞു. ഈ ശല്യം ഇനി ഉണ്ടാവരുതെന്നാണ് പറഞ്ഞു വെച്ചതിന്റെ ചുരുക്കം. ഞാൻ നാളെ ജനറൽ ബോഡിക്ക് പോകാതിരുന്ന പോരെ, പോയെങ്കിൽ തലയിൽ വെച്ച് തരുമെന്ന് എനിക്കും ഉറപ്പാണ്. അവിടെ പോകാതിരുന്നോളാം. ഇതുവരെ അടുത്ത മാർച്ച് വരെ, ഈ മാർച്ചല്ല അടുത്ത മാർച്ച് വരെ അതോടുകൂടെ ഒരു പ്രാവശ്യം വോളണ്ടറി കൊടുത്തു. ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി എഡ്യൂക്കേഷൻ മടക്കിയതാണ്. അപ്പൊ അടുത്തെന്തായാലും ഒരു വർഷം കഴിയുമ്പോൾ കൊടുത്താൽ ചിലപ്പോൾ സ്വീകരിക്കും. അതിനു വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ടായിരിക്കും പറഞ്ഞത്. പക്ഷെ ഡിപ്പാർട്ട്മെന്റിൽ കവർത്തിയിൽ വന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കാണാൻ സാധിച്ചത്. അങ്ങോട്ട് 1-2 തവണ ഒരു ചാൻസ് കിട്ടിയിരുന്നു. വർക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ നേരത്തെ പാളിസാറുള്ള സമയത്ത് എന്നെ നിർബന്ധിച്ചിരുന്നു. പക്ഷെ എനിക്ക് ഈ ഇരുന്ന് പണിയെടുക്കാൻ അറിയില്ല. ഒരു സ്ഥലത്തും നിങ്ങൾ നോക്കിയാൽ കാണാം, ഓഫീസിൽ HMന്റെ കസേരയിൽ ഞാൻ ഇരുന്നിരിക്കുന്ന മണിക്കൂറുകൾ വളരെ കുറവായിരിക്കും. പ്രിൻസിപ്പൽ ആ കസേരയിൽ ഇരിക്കുക എന്ന് പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എപ്പോഴും പുറത്ത് നടന്ന് സഹപ്രവർത്തകരുമായിട്ട് ഇടപഴകി, കുട്ടികളുമായിട്ട് ഇടപഴകി, ഓഫീസേഴ്സുമായിട്ട് ഇടപഴകി, ഇങ്ങനെ ചുറ്റിനടക്കുന്ന ഒരു പ്രകൃതമാണത്. അതുകൊണ്ട് തന്നെ ഓഫീസിലേക്ക് പാളിസാർ നിർബന്ധിച്ചിട്ടും ഞാനത് തിരസ്കരിക്കുകയാണ് ചെയ്തത്. പിന്നീട് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി അവിടെ ചെല്ലുമ്പോഴാണ് ഇവര് അവിടെ അനുഭവിക്കുന്ന യാതനകൾ എന്താണെന്ന് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മനസ്സിലാവുന്നത്. പറയുമ്പോൾ ആർക്കും പറയാം, എഴുതുമ്പോൾ വാട്സപ്പിലൊക്കെ ആർക്കും എന്തും എഴുതാം. ഓഫീസിൽ ഇരിക്കുന്നവരാണ് ശല്യക്കാർ, അവരാണ് ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവർ, അവരാണ് പ്രശ്നക്കാർ എന്നൊക്കെ ആർക്കും എഴുതാം. എഴുത്തറിയാവുന്ന, മലയാളം അറിയാവുന്നതോ ഇംഗ്ലീഷ് അറിയാവുന്നവർക്കൊക്കെ എഴുതാം. അവിടെ ചെന്ന് നോക്കിയാലാണ്, അണ്ടിയോട് അടുത്താലാണ് മാങ്ങയുടെ പുലിപ്പറയുക എന്ന് പറയുന്നത് പോലെ ഒരുപാട് ആവശ്യങ്ങൾക്ക് ഞാൻ ചെന്നപ്പോൾ ഇവരുടെ അവിടുത്തെ ത്യാഗം എന്നല്ലാതെ പറയാൻ പറ്റില്ല. ഓരോ ഫയലും കൊണ്ട് സെക്രട്ടറിമാരുടെ അടുത്ത് പോകുമ്പോൾ, ഡയറക്ടറുടെ അടുത്ത് പോകുമ്പോൾ ചിലപ്പോൾ രക്ഷപ്പെട്ടെന്ന് വരും. സെക്രട്ടറിയുടെ അടുത്ത് അത് കഴിഞ്ഞിട്ട് അപ്രൂവലിന് വേണ്ടി അഡ്വൈസറുടെ അടുത്ത്, അഡ്മിനിസ്ട്രേറ്റർക്ക് അയക്കേണ്ട ഫയലുകൾ നമ്മുടെ ഈ
ഗസ്റ്റ് ടീച്ചറിന്റെ അപ്പോയിന്റ്മെന്റിന് വേണ്ടി വരെ ഇവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിക്കായാലും ടീച്ചേഴ്സിനായാലും ആർക്കും പറയാം, എന്തേ ഗസ്റ്റിന്റെ അപ്പോയിന്റ്മെന്റ് വരുന്നില്ല, ഗസ്റ്റിന് എന്ത് അപ്രൂവൽ കിട്ടുന്നില്ല. ഇവർ എന്ന് തുടങ്ങിയതാണെന്നുള്ളത് നിങ്ങൾ ആ ഫയലിന്റെ ആരംഭം നോക്കണം. എത്ര മാസമായി ഇത് തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത്. എന്നിട്ടും അത് നേടിയെടുക്കാൻ എടുക്കുന്ന അവരുടെ ആ പ്രയത്നം നമ്മൾ കുറച്ച് കണ്ടുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് കുറ്റം പറയാൻ നമ്മൾ തയ്യാറാകുന്നത്. അത് ശരിക്കും പറഞ്ഞ സങ്കടമുള്ള കാര്യങ്ങളാണ്. ഓരോ കാര്യത്തിന് വേണ്ടി നമ്മളുടെ സ്കൂളുകളുടെ നന്മയ്ക്ക് വേണ്ടി, സ്കൂളുകളുടെ പുരോഗമനത്തിന് വേണ്ടി, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ തീർക്കുന്നതിന് വേണ്ടി ഓഫീസർമാരെ സമീപിക്കുമ്പോൾ അവരിൽ നിന്നും ഇവർക്ക് കിട്ടുന്ന മറുപടിയും സഹാരവും എല്ലാം കേട്ടുകൊണ്ട് നമ്മളോട് അതൊന്നും നമ്മളിലേക്ക് എത്തിക്കാതെ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് കാര്യങ്ങൾ നേടിയെടുത്ത് തരുന്നു എന്നുള്ളത് കഴിഞ്ഞ തവണ ലാസ്റ്റിൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചായിരുന്നില്ല മ്യൂസിക് ടീച്ചർ ലക്ഷദ്വീപിൽ പോസ്റ്റ് ചെയ്യുമെന്ന്. ഒന്ന് രണ്ട് കുട്ടികൾ രവി സാറിൻ്റെ അടുത്ത് ആദ്യം പോയി. രവി സാർ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഹെഡ് മാസ്റ്റർ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പോയിട്ട് മ്യൂസിക് ടീച്ചറെ വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് റിക്വസ്റ്റ് മേടിച്ച് ഇങ്ങോട്ട് അയക്കണം. ആ കുട്ടി കുറച്ച് ദിവസം എൻ്റെ അടുത്ത് വന്നു, സാറ് ലീവിലായിരുന്ന സമയമാണ്, ഒരു റിക്വസ്റ്റ് അയക്കണം, രവി സാർ പറഞ്ഞതാണ്. അപ്പോഴേക്കും എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട്, ഇവർക്ക് പോയി ഇങ്ങനെ ശല്യപ്പെടുത്തുമ്പോൾ സാറൊന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി പ്രിൻസിപ്പാളിനെ കൊണ്ട് റിക്വസ്റ്റ് അയപ്പിക്കെന്ന് പറഞ്ഞതായിരിക്കാം. അല്ലെങ്കിൽ ഒരിക്കലും ഗസ്റ്റായിട്ട് ഒരു മ്യൂസിക് ടീച്ചർ അല്ലെങ്കിൽ ഡാൻസ് ടീച്ചർ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് ആ സ്വപ്നത്തിൽ പോലും ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. ഞാൻ എന്തായാലും ആ കുട്ടിയുടെ നിർബന്ധത്തിൽ ഞങ്ങൾക്ക് ഇത്ര പീരീഡ് ഉണ്ട്, JB സ്കൂളുകളിൽ ആരും മ്യൂസിക് ടീച്ചേഴ്സ് ഇല്ല, അത് മാത്രമല്ല അവിടെയൊക്കെ ഈ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇതിൻ്റെ ആവശ്യകതയെ കുറിച്ചൊക്കെ ആരെ കൊണ്ടോ ഞാനൊന്ന് പ്രിപ്പയർ ചെയ്ത് എനിക്കൊന്ന് സേവു സാറിനെ കൊണ്ടോ അഭിജിത്ത് ടീച്ചറിനെ കൊണ്ടൊക്കെ വെറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഞാനൊരെണ്ണം അയച്ചിട്ട് എനിക്ക് ഉറപ്പ് ഇതൊന്നും നടക്കാൻ വേണ്ടി പറഞ്ഞതല്ല എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. രവി സാറിൻ്റെ ഒരു തന്ത്രമായിട്ടാണ് സത്യത്തിൽ ഞാൻ അന്നത് മനസ്സിലാക്കിയത്. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഒരു ഓർഡർ വന്നു, മ്യൂസിക് ടീച്ചറുടെ പോസ്റ്റിനാണ് ഗസ്റ്റ് ടീച്ചറിന് അപ്പോയിന്റ്മെന്റിന് വേണ്ടി നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടി ഒരു കടലാസ് വന്നു. അപ്പോഴും ഞാൻ കരുതുന്നത് എന്താണ്, ഇതെന്തായാലും ഒരു കെണി തന്നെയാണ്. അവിടെ ഇരിക്കുമ്പോൾ കുറച്ച് കെണിയൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ ഇവിടെ 2 പോസ്റ്റ്, ആന്ധ്രത്തിൽ 2 പോസ്റ്റ്, പിന്നീടാണ് അപ്പോൾ അതിന് പോസ്റ്റ് ഗസ്റ്റ് ടീച്ചറെ പോസ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ വരെ വന്നപ്പോഴാണ് ഈ സ്വപ്നം സത്യമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അത്രത്തോളം നമ്മുടെ സ്കൂളിന് വേണ്ടി അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇവരെല്ലാവരും കിടന്ന് മെനക്കെടുന്ന സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്, വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് നമ്മളവരെ കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവം വാട്സപ്പിലൊക്കെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ സ്ഥിതിഗതികൾ ഒന്നും അറിയാതെയാണ് ഇതെല്ലാം എഴുതുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ലക്ഷദ്വീപിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ മിനിഞ്ഞാന്ന് കണ്ടതല്ലേ, 17-ാം തീയതി നമ്മൾ കണ്ടതല്ലേ ഇവിടെ നടന്ന സംഭവം എന്താണെന്നുള്ളത്, ഏത് രീതിയിലാണ് ആ സംഭവങ്ങൾ നടന്നത്. പ്രിൻസിപ്പൽ സാറിന്റെ ഡയറി വാങ്ങിയിട്ട് വരച്ച് കാണിച്ചു തരികയാണ്, ഇന്ന രീതിയിലാണ്. അഡ്മിനിസ്ട്രേറ്റർ നേരെ സെൻട്രലിലൂടെ ഇങ്ങോട്ട് കടന്നു വരുന്നു, കാർപ്പറ്റ് ഇടാൻ വേണ്ടി നിർദ്ദേശം തരുന്നു. ഇൻഫർമേഷൻ പബ്ലിസിറ്റിക്കാർ വന്നിട്ട് എന്നെ അവിടെ ചീത്ത പറയുകയാണ്, ദേഷ്യപ്പെടുകയാണ്. ഇന്ന് വരെ ഒരു അഡ്മിനിസ്ട്രേറ്ററെയും നേരെ സെൻട്രലിലൂടെ വിളിച്ചിട്ടില്ല. ഞങ്ങളുടെ ഈ വീഡിയോ വെക്കേണ്ട സ്ഥലമാണ് നേരെ സെൻട്രൽ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വീഡിയോ എവിടെ വേണമെങ്കിലും കൊണ്ടുവച്ചോ, ഇത് റജാവത്ത് സാർ വന്ന് വരച്ച് തന്നിട്ട് പോയതാണ്, ഇനി എന്ത് പറഞ്ഞാലും ഇതിൻ്റെ ഒരു മാറ്റം വരുത്താൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണ്. എന്നിട്ട് സ്വാഗതം ചെയ്യുന്ന കുട്ടി ഇവിടെ നിൽക്കണം, ആരാണ് കൊണ്ടുവന്ന് സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് ഒക്കെ കൊടുക്കേണ്ടത്, എന്തെല്ലാം ചെയ്യേണ്ടത് എന്നുള്ള വ്യക്തമായ രൂപരേഖ നൽകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം നീങ്ങിപ്പോകുന്നത് എന്നുള്ള കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും രവി സാറ് സൂചിപ്പിച്ചതുപോലെ ഒരാവശ്യത്തിന് പോയിട്ട് അവിടെ നിന്ന് ഞാൻ പോയ എന്ത് ആവശ്യത്തിലായാലും ഒരു 100% എന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരു 90% ഞാൻ അവിടെ നിന്ന് നേടിയെടുത്തുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്, യാതൊരു സംശയമില്ല. അതിന് ഇവർ രണ്ടുപേരും പ്രത്യേകിച്ച് എനിക്ക് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ തന്നുകൊണ്ട് തന്നെയാണ് ഞാൻ എണീക്കില്ല.
എന്ത് വന്നാലും ഷാനവാസ് സാറിൻ്റെ അടുത്തും രവി സാറിൻ്റെ അടുത്തും മാറി മാറി ചെന്നിട്ട് കാര്യം നേടിയെടുക്കുന്നത് വരെ ഞാൻ അവരുടെ പുറകിൽ കൂടിയിരുന്നു എന്നുള്ളൊരു സത്യമാണ്. അപ്പം അവർ സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. മറ്റു ദ്വീപുകൾക്ക് കിട്ടാത്ത ഒരുപാട് ആനുകൂല്യങ്ങൾ കവറത്തിയിലേക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കടലാസുകൾ പരിശോധിച്ചാക്കാം. ഏതോ ഒരു സംഭവത്തിൽ എന്നോട് ഞാനൊരു ആന്ധ്രയോട് പോയപ്പോൾ ചോദിച്ചു, നിങ്ങൾക്കത് എവിടെ നിന്ന് ഫണ്ട് കിട്ടി? ഞാൻ പറഞ്ഞു, ഞങ്ങൾ പിരിപ്പിച്ചതാണ്. ആണിപ്പോൾ ഡിപ്പാർട്ട്മെന്റ് തന്നാണെന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് പിരിപ്പിച്ചതാണെന്ന് പറഞ്ഞു. സത്യത്തിൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റു ദ്വീപിലേക്ക് കിട്ടാത്ത ഫണ്ടുകളും നമ്മുടെ ഒരു സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് ശല്യം ഒഴിവാകാൻ വേണ്ടിയെങ്കിലും ഇവർ തന്നിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരുപാട് നന്ദി നിങ്ങളോട് ഞങ്ങൾക്കുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ചെയ്തു തന്ന ഒരുപാട് കാര്യങ്ങൾക്ക് സ്കൂൾ കോംപ്ലക്സിന്റെ ഹൃദയംഗമായ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇനിയും വരുന്ന ആളുകളിലും ആ ഒരു സഹായ ഹസ്തങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. പിന്നെ എനിക്ക് എൻ്റെ ബോസിനെ കുറിച്ച് 2 വാക്ക് പറയാതെ പൂർത്തീകരിക്കാൻ പറ്റില്ല. ഒരു സ്പെഷ്യൽ ക്യാരക്ടർ, അതല്ലാണ്ട് എനിക്ക് പറയാനില്ല. ഞാൻ ചെറിയാൻ സാറിൻ്റെ പ്രിൻസിപ്പലിൽ നിന്ന് തുടങ്ങിയതാണ് എൻ്റെ പ്രയാണം. പ്രിൻസിപ്പൽ ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്നത് ചെറിയാൻ സാറിനാണ്. ചെറിയാൻ സാർ ഒരു നല്ല ഒരു ഗെറ്റപ്പോട് കൂടെ കാര്യങ്ങൾ ഇങ്ങനെ വലിയ ഒരു NCC സ്റ്റൈലിലൊക്കെ കൊണ്ടു നടക്കുന്ന ഒരു കുത്തു കോമ പോലും എനിക്ക് പഠിപ്പിച്ചു തന്ന പ്രിൻസിപ്പൽ ചെറിയാൻ സാറാണ്. അതുപോലെ തന്നെ എനിക്ക് ഒരു അധ്യാപകനാകാൻ പഠിപ്പിച്ചു തന്നത് ആനന്ദവല്ലി ടീച്ചറാണ്. എനിക്ക് ഫസ്റ്റ് അപ്പോയിൻമെന്റ് കിട്ടിയ ആനന്ദവല്ലി ടീച്ചറുടെ അടുത്തായിരുന്നു. ഈ നമ്മുടെ സാദിക്ക് പറഞ്ഞ പോലെ ഒരു ഭീകരമായ ഒരു രൂപമാണ് അവിടെ ട്രാൻസ്ഫർ ആയിട്ട് അഗത്തിയിൽ നിന്നും വരുന്നത് എന്നാണ് ഞാൻ ആദ്യം കേട്ട് ആനന്ദവല്ലി ടീച്ചറെ. അപ്പൊ ഞാൻ ആ കൽപ്പേനിയിലെ പൂക്കോയ സാറിനോട് പറഞ്ഞു, സാറേ ഈ ആനന്ദവല്ലി ടീച്ചർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ പറഞ്ഞു, കലീൽ ഇന്നലെ ജോലിയിൽ കയറിയുള്ളൂ, എന്തിനാ പേടിക്കുന്നത്, വരട്ടെ നമുക്ക് നോക്കാമല്ലോ. പക്ഷെ ടീച്ചർ വന്നതിന് ശേഷം അവിടുത്തെ സ്റ്റാഫ് സെക്രട്ടറി ആക്കി എന്നെ, അവിടുത്തെ എല്ലാ പ്രോഗ്രാമിന്റെയും കൺവീനറാക്കി, ടെക്സ്റ്റ് ബുക്ക് ആൻഡ് റൈറ്റിംഗ് മെറ്റീരിയൽസ് ആദ്യമായിട്ട് എനിക്ക് എന്താണെന്ന് അറിയാത്ത സമയത്ത് എൻ്റെ പെരടിയിൽ വെച്ച് തന്നു. മേച്ചേരി സ്കൂളിൽ എന്തെല്ലാം നടക്കുന്നു അതിൻ്റെ ഒക്കെ മുമ്പ് ഞാനാണ്. ടീച്ചറാണ് എന്നെ അത് പഠിപ്പിച്ചത്. ഒപ്പം 32 പീരീഡും എനിക്ക് കിട്ടി. ടീച്ചിങ് പീരീഡ് 32 പീരീഡ്. ടീച്ചർക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, ഇന്റർജേബി നടക്കുന്നുണ്ടെങ്കിൽ മേച്ചേരി സ്കൂളിന് കപ്പ് മുഴുവൻ കിട്ടണം. അതിന് രാവിലെ 6 മണിക്ക് തുടങ്ങി ഞങ്ങളുടെ പ്രയാണം. ആ ഒരു പരിശീലനം മദ്രസയിൽ പോകാത്ത കുട്ടികൾക്ക് 6 മണിക്കാണ് പ്രാക്ടീസ്. അങ്ങനെ ഒരു 3-4 വർഷം ടീച്ചറോടൊപ്പം വർക്ക് ചെയ്യാൻ കിട്ടിയത് സർവീസിൽ എനിക്കൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അവിടെ നിന്ന് വന്ന് ചെന്നെത്തിയ പ്രിൻസിപ്പൽ ചെറിയൻ സാർ. അങ്ങനെ വന്ന് ചെറിയൻ സാറിനോടൊപ്പം, രവി സാറിനോടൊപ്പം, ജോർജ് സാറ്, ഭാഷ സാറ്, സാജു സാറ്, അങ്ങനെ ആ നിര അങ്ങനെ വന്നിട്ട് അവസാന ഘട്ടത്തിൽ ഒരിക്കലും ഒന്നിച്ചു വർക്ക് ചെയ്യാൻ മുമ്പ് അവസരം കിട്ടാത്ത രാജേന്ദ്രൻ സാറിൻ്റെ അടുത്തേക്കാണ് വന്ന് പെട്ടിരിക്കുന്നത്. സാറ് നേരത്തെ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞു, പരിചയപ്പെടുന്നത് പിണങ്ങിയിട്ടാണ്. അതായത് ആന്ധ്രത്തിലേക്ക് അയക്കേണ്ട AC അയക്കാൻ താമസിച്ചപ്പോൾ ഞാൻ സാറിനെ വിളിച്ചിട്ട് ചൂടായി സംസാരിച്ചിട്ടാണ് ഞങ്ങൾ ആദ്യം ബന്ധം സ്ഥാപിക്കുന്നത്. അപ്പം അങ്ങനെ അവിടെ നിന്ന് പരിചയപ്പെട്ടു. പിന്നെ പല ആവശ്യങ്ങൾക്കൊക്കെ സാറിനെ വിളിച്ചപ്പോൾ സാറ് വളരെ എനിക്ക് അതെല്ലാം ചെയ്തു തന്നു. അപ്പോഴൊന്നും സാറ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ കേൾക്കണം, അല്ലാണ്ട് എനിക്ക് പരിചയമില്ല. പിന്നെ അങ്ങനെ ഇവിടെ എത്തി. ഇവിടെ വരുമ്പോൾ ഞാൻ കരുതിയത് എന്തായാലും ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ സാർ, രണ്ടാലും ഒരാൾ വളർന്ന് മേടിച്ചു പോകും എന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. അപ്പോൾ എൻ്റെ സഹപ്രവർത്തകർ പറഞ്ഞു, രാജേന്ദ്രൻ സാറാണ് വരുന്നത്, രവി സാറിനെ പോലെയൊന്നും ആകില്ല, സാജു സാറിനെ പോലെയൊന്നും ആകില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ സബൂർച്ചി ഒന്ന് വരട്ടെ, വന്ന് കാണട്ടെ. ആദ്യം വന്ന് കണ്ടപ്പോൾ ഇവർ പറഞ്ഞതിന് 100% ശരിയാണെന്ന് എനിക്ക് തോന്നിപ്പോയി. പിന്നെ മെല്ലെ അടുത്തടുത്ത് വരുമ്പോഴാണ് സാറിൻ്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മെല്ലെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മെലിഞ്ഞാന്ന് സാർ എന്നെ വളരെ വേദനിപ്പിച്ച രീതിയിൽ പറഞ്ഞു, സാറേ ഇന്ന് എനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? ഇതുവരെ എൻ്റെ മനസ്സിൽ ഇത്രത്തോളം ആഴത്തിൽ സാറിൻ്റെ ആ ഒരു വിടവ്, സാർ പോകാൻ പോകുന്നു എന്നുള്ളൊരു വിഷമം എൻ്റെ മനസ്സിൽ വന്നിരുന്നില്ല. ഇന്ന് എനിക്ക് തീരെ താങ്ങാൻ പറ്റുന്നില്ല, ഞാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്നെക്കാളും സാറ് ചീത്ത പറഞ്ഞ പ്രിൻസിപ്പാൾ വരെ പറ്റാരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല. എന്നെക്കാളും കൂടുതൽ അടുത്ത പ്രിൻസിപ്പാളുണ്ടോ? ഞാൻ പറഞ്ഞു, അതുമില്ല, എല്ലാം സാറിന് തന്നെയാണ്, യാതൊരു സംശയമില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ ഈ പറഞ്ഞ പോലെ വെക്കേഷനിൽ 70ഓളം ദിവസം
അധികം ആളുകൾ സംസാരിക്കാനില്ല. ഞങ്ങൾ 3-4 പേരേ ഉള്ളൂ. കൂടുതൽ സമയം ഞാൻ സാർ ഒന്നിച്ച് തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. സാർ ഫസ്റ്റ് ഉറങ്ങി അടിക്കുമ്പോഴേക്കും ഞങ്ങൾ രാത്രി പ്ലാൻ ചെയ്ത് വന്നതിൽ നിന്ന് ഉറങ്ങി അടിക്കുമ്പോഴേക്കും സാറിന്റെ പ്ലാൻ മാറും. ഇനി ഞാൻ അപ്പോഴും വിളിച്ച് സാറിനോട് ദേഷ്യപ്പെടും. അപ്പൊ പിന്നെ ഞാൻ പിന്നെ വേറെ ഒന്നും ഞാൻ അടിവരയിട്ട് പറയുകയാണ്, ഞാൻ നോ എന്ന് പറഞ്ഞ ഒരു കാര്യം സാർ ഇതുവരെ അത് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് യാതൊരു സംശയമില്ലാതെ പറയാൻ പറ്റും. ഞാനത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ അത് വേണ്ട എന്ന് തന്നെയാണ് തീരുമാനം ഇതുവരെ എടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ എന്തിനാണെന്ന് അറിയില്ല, ചിലപ്പോൾ സീനിയോറിറ്റി കൊണ്ടോ എക്സ്പീരിയൻസ് കൊണ്ടോ എന്തുകൊണ്ടാണ് അംഗീകരിച്ചതെന്ന് അറിയില്ല. ഞാനത് പറ്റില്ല എന്ന് പറഞ്ഞാൽ സാർ പറ്റണം എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് ഖലീൽ സാർ മാഷ് അങ്ങനെ ചെയ്തു എന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ട് അത് ചെയ്തിട്ടില്ല എന്ന് ചോദിച്ചിട്ടില്ല. എത്രത്തോളം സ്ട്രിക്റ്റ് ആണെങ്കിലും ഞാൻ ചെയ്ത കാര്യങ്ങളിൽ സാർ ഒരു അസംതൃപ്തി പ്രകടിപ്പിക്കുകയോ ചെയ്യാത്തതിൽ ചെയ്യണമായിരുന്നു എന്ന് പറയുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ മെല്ലെ മെല്ലെ വന്ന് വെക്കേഷൻ ആകുമ്പോഴൊക്കെ ചോദിക്കും, സാർ പോവല്ലേ, സാർ കാര്യങ്ങളൊക്കെ ഒന്ന് എനിക്ക് പഠിപ്പിക്കണം, പറയണം, എന്നോട് പറഞ്ഞു തരണം. അപ്പൊ എന്ത് കാര്യമാണ്? അല്ല, അപ്പൊ സാറിന് ടെക്നിക്സ് ഒക്കെ ഒന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ട് വേണം പോകാൻ. അപ്പോ സാറ് പോയതിന് ശേഷം ഇവിടെ ആരും ഉണ്ടാവില്ല, എന്നെ താങ്ങാൻ ആളുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു, സാറേ ഒരിക്കലുമില്ല, ലോകത്ത് ഒരാളും ബാക്കിയായിട്ടില്ല. ഞാൻ കരുതുന്നുണ്ടാവും, CP ഖലീൽ എന്ന് പറയുന്ന ഞാൻ കരുതുന്നുണ്ടാ, ഞാൻ പോയാൽ ഈ കവരത്തി സ്കൂളുകൾ ഒന്നും ഇല്ലാണ്ടായി പോകുന്നു, വെറും തോന്നലാണത്. ഇങ്ങനത്തെ എത്ര ഖലീൽമാർ ഈ ലോകത്ത് വന്നിട്ടുണ്ട്, ആരും ബാക്കിയായിട്ടുണ്ടോ? അവര് പോയതിനു ശേഷം ഈ ലോകം പോയിട്ടില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ദിരാഗാന്ധി പോയാൽ അടുത്ത ഇന്ദിരാഗാന്ധി ആരാകുമെന്നായിരുന്നു ചോദിച്ചത്. അടുത്ത പ്രധാനമന്ത്രി ആരാകുമെന്ന് ആരും ചോദിച്ചിട്ടില്ല. മൻമോഹൻ സിംഗ് വന്നപ്പോൾ ഇന്ദിരാഗാന്ധി പോയ സ്ഥലം തന്നെ കണ്ടിട്ടില്ല. അതുപോലെ ഓരോരുത്തരും അതുപോലെ അതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ ഇപ്പൊ സലാം സാർ വന്നിട്ട് HMന്റെ ചാർജ് എടുത്തപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ഫ്രീ ആയി. അതോടുകൂടെ കവരത്തിയിൽ നല്ല ആക്സസ് ഉണ്ട്, എല്ലാ രക്ഷിതാക്കളെയും അറിയാം, എല്ലാ വാപ്പമാരെയും അറിയാം. നിന്റെ വാപ്പാരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് കുട്ടീനോട് പറയുന്നത്, അല്ലെങ്കിൽ നിന്റെ ഉമ്മയെ ഞാൻ പഠിപ്പിച്ചതെന്നാണ്. അങ്ങനെയുള്ള ഒരാള് ആ കസേരയിൽ ഇരിക്കാനുണ്ട്. അതുപോലെ നല്ല ചുക്കാനിയായിട്ട് സാറും ഉണ്ട് നമ്മുടെ കൂടെ. നിങ്ങളൊന്ന് തുഴഞ്ഞു കൊടുത്താൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ടീച്ചേഴ്സ് ഒരിക്കലും ഒരു കാലത്തും അനാവശ്യമായ ആവശ്യങ്ങളുമായിട്ട് സാറിന്റെ മുമ്പിൽ വരില്ല. അവരുടെ ജെന്യുവിനായിട്ടുള്ള ആവശ്യങ്ങൾ മാത്രമേ അവർ ഇക്കാലത്തിന്റെ ഇടയ്ക്ക് ഉന്നയിച്ചിട്ടുള്ളൂ. ഒരിക്കലും ആവശ്യമില്ലാത്തതുകൊണ്ടോ ഇത്ര 5 ദിവസത്തെ ലീവ് വേണമെങ്കിൽ 15 ദിവസം വേണമെന്ന് പറഞ്ഞിട്ട് വരില്ല സാറേ. കാരണം ആകെ ഉള്ളത് 10 ലീവാണ് ഒരു വർഷം. അത് അനാവശ്യമായിട്ട് ജെന്യുവിൻ കാര്യങ്ങൾക്കല്ലാണ്ട് അവർക്ക് ചെലവഴിക്കാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ സാറിന് അറിയാം. അത് തീർച്ചയായിട്ടും അതിനുള്ള പരിഗണന ഉണ്ടാവും. നിങ്ങൾ അക്കാര്യത്തിൽ വിഷമിക്കേണ്ട. നിങ്ങൾ ഇനിയിപ്പോ കുറച്ചുകൂടെ ഞാൻ എന്നെ തന്നെ പറയുമ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നോ അതുപോലെ രാജേന്ദ്രൻ സാർ നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് ഈ വിടവാങ്ങൽ ഇതിൽ ഞാൻ ഉറപ്പ് പറയാറുണ്ട്. യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. പിന്നെ എല്ലാ കാര്യത്തിലും നല്ല സീനിയറായിട്ടുള്ള ഒരുപാട് ഇപ്പം നമ്മുടെ ഈ കഴിഞ്ഞ PM ശ്രീയെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ അഡ്മിനിസ്ട്രേറ്ററുടെ വിസിറ്റിന്റെ സമയത്ത് ഇവിടുത്തെ ഡിസിപ്ലിൻ ഏറ്റെടുത്തിരുന്ന സൈഫുദ്ദീൻ സാറിനെ കുറിച്ച് എൻ്റെ മരുമകൻ ഡോക്ടർ അൽത്താഫ് എഴുതിയൊരു ബുക്കുണ്ട്. ഞാൻ ഫാറൂഖിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പടച്ചോൻ ചില്ലറക്കാരനല്ല എന്ന് പറഞ്ഞിട്ട് ലൈബ്രറിയിൽ വെക്കാൻ വേണ്ടി. അതിന്റെ ലാസ്റ്റ് ഭാഗം അവൻ സൈഫുദ്ദീൻ സാറിനെ കുറിച്ച് എഴുതുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങളതൊന്ന് വായിക്കണം. അത്ര കണ്ടീഷനായിട്ട് ആ ടീം ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്തപ്പോൾ ഇവിടെ ഒരു കുട്ടി അനങ്ങിയിട്ടില്ല. അഡ്മിനിസ്ട്രേറ്റർ വന്നു, എന്തുമാത്രം ഡിസിപ്ലിൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കൈകോർത്ത് പിടിക്കുകയാണെങ്കിൽ സ്ഥാപനം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. എല്ലാവരും ഇപ്പോ സീനിയറായിട്ടുള്ള നൗഷാദ് സാർ എത്തിയിട്ടുണ്ട്, റാഫി സാറുണ്ട്, പിന്നെ നമ്മുടെ ആസിഫ് ഷാ സാർ എത്തിയിട്ടുണ്ട്. ഞാൻ കവരത്തിന് ട്യൂഷനെയാണ് പറയുന്നത്. അപ്പൊ അവർക്ക് കുറച്ചുകൂടെ ആക്സസ് ഉണ്ടാവും, നാട്ടുകാരുമായിട്ട് പരിചയം ഉണ്ടാവും. നമ്മുടെ സ്കൂളിലുള്ള ആകെ കൂടിയുള്ള ഒരു പ്രശ്നം കുറച്ച് ഡിസിപ്ലിൻ ഇനിയും കൂടി വരാനുണ്ട് എന്നുള്ളതാണ്. അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ ഇത്ര നല്ല സ്ഥാപനം ലക്ഷദ്വീപിൽ ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. കഴിഞ്ഞ ഈ വർഷമല്ല, അതിന്റെ മുമ്പത്തെ വർഷം 33% നമ്മുടെ റിസൾട്ട് എല്ലാവരുടെയും പ്രയത്നം
നല്ല ഒരു ചുക്കാനിയുടെ കീഴിൽ നമ്മൾ തുഴഞ്ഞപ്പോൾ അത് 70% മാറ്റി നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വർഷം അത് 80-85% നമ്മൾ ഉയർത്തും. ഉയരാൻ വളരെ എളുപ്പമാണ്. ഈ ദിവസങ്ങൾ നമ്മളെങ്ങനെ കഴിഞ്ഞു പോയോ അതുപോലെയുള്ള ഒരു പിടുത്തം നമ്മൾ പിടിച്ചോണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും സാധിക്കും. പിന്നെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇപ്പോൾ SB സ്കൂളാണ്. SB സ്കൂളല്ല, JBS ഈ സൗത്താണ്. SB സ്കൂൾ പോയി, JBS സൗത്താണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. എന്നാലും അവർക്ക് ഒരു നല്ല ഒരു ഹെഡ് മാസ്റ്റർ ഇൻചാർജ്, സ്കൂൾ ഇൻചാർജിനെ കിട്ടിയിട്ടുണ്ട്. അവിടുത്തെ ഡയറ്റിന്റെ അക്കാഡമിക് ഹെഡ് കൂടിയായ ആശിം സാർ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സഫിയാബി ടീച്ചർ എന്നോട് നേരത്തെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്. ഞാൻ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പ്രിൻസിപ്പാൾ സാറിനോട് പറഞ്ഞു, സഫിയാബിയെ നമുക്ക് ടീച്ചർ ഇൻചാർജായിട്ട് അവിടെ നിയോഗിക്കണം, ടീച്ചറിനെ ഭംഗിയായിട്ട് കൊണ്ടുപോകും, എനിക്ക് നല്ല പരിചയമുള്ളതാണെന്നൊക്കെ പറഞ്ഞ് ഓർഡർ കൊടുത്തു. ടീച്ചർ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. എന്നാലും ടീച്ചർ കുറേ വിഷമങ്ങൾ എന്നോട് പങ്കുവച്ചിരുന്നു. പിന്നെ അത് സാറിനോട് പറഞ്ഞു, സാറ് ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞു. അങ്ങനെ വീണ്ടും അത് അങ്ങനെ ഹാഷിം സാറിലേക്ക് ആ ചാർജ് എത്തിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ അതിന്റെ ട്രാക്ക് ശരിയായി തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത്. ചില്ലറ പ്രശ്നങ്ങൾ, അധ്യാപകരുടെ ഷോർട്ടേജ് ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗസ്റ്റിനെ കിട്ടുമ്പോഴേക്ക് നിങ്ങളുടെ പ്രശ്നം തീരും. അത് തീർച്ചയായിട്ടും ഗസ്റ്റിനെ കിട്ടും. റെഗുലർ പോസ്റ്റിലേക്ക് ഗസ്റ്റിനെ തരാമെന്ന് ഏറ്റിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രവി സാറിനെ കുത്തി ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ ഒരു സലാം സാറിന് ഒരു ഗസ്റ്റിനെ തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്, ഒരു പകരക്കാരനെ തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഗസ്റ്റിനെ കിട്ടുമ്പോഴേക്ക് നമ്മുടെ എല്ലാ സ്കൂളിലത്തെ പ്രശ്നങ്ങളും തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ താൽക്കാലികമായിട്ടെങ്കിലും അവിടെ ഉണ്ട്. ആശിം സാറിനോട് എനിക്ക് റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾക്ക് ഗസ്റ്റിനെ കിട്ടുമ്പോൾ ഹിദായത്ത് സാറിനെ ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കണം. കാരണം ഇവിടെയാണ് പേപ്പർ വർക്കുകൾ മുഴുവനും നടക്കുന്നത്. സുബ്രതോ നടക്കാൻ പോകുന്നത് കവരത്തിയിലാണ്, ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് കവരത്തിയാണ്. ഈ പ്രാവശ്യത്തെ LSGയും കവരത്തിയാണ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും BM ശ്രീയിൽ അത് വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അത് തിരിച്ചു കൊടുക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി കൈകോർത്ത് പിടിച്ച് ഒപ്പത്തിനൊപ്പം എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ സുഖദുഃഖങ്ങളിൽ ഞങ്ങളെക്കാളും കൂടുതൽ പങ്കുവെച്ച പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ആയിരുന്നു ഈ വർഷം ഉണ്ടായിരുന്നത്. 1-2 അപകടഘട്ടങ്ങൾ എന്നതിനെ പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ടീച്ചേഴ്സിന് അവർക്ക് വിനയായിട്ട് വരാൻ സാധ്യതയുള്ള 1-2 കേസുകൾ ഞങ്ങൾ അറിയാതെ ആ രക്ഷിതാക്കളുടെ വീട്ടിൽ പോയി ഞങ്ങൾക്ക് വേണ്ടി കാല് പിടിച്ചപേക്ഷിച്ച് ആ പ്രശ്നങ്ങളൊക്കെ ഒതുക്കി തീർത്ത് അതുപോലുള്ള ഒരുപാട് ആവശ്യങ്ങൾ വരുന്ന സമയത്തും ഒരു ഫോൺ കോളിലൂടെ വളരെ എളുപ്പമായത് ആറ്റയുടെ ഡ്യൂട്ടി അധികവും രാത്രിയായി പോകുന്നതുകൊണ്ട് ഏത് സമയത്തും പകൽ വിളിച്ചാൽ ആറ്റയെ കിട്ടുന്നുമുണ്ട്, തങ്ങുവായ സഹായം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവര് എവിടെ പോകാൻ പറഞ്ഞാലും പോവുകയും ചെയ്യും. അവരുടെ ഏറ്റവും പ്രയത്നത്തിന്റെ ഏറ്റവും മകുടോദാഹരണമാണ് നമ്മുടെ സൈക്കിൾ ഷെഡ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അവർ തന്നെയാണ്. ഞങ്ങൾക്ക് വേണ്ടി ഷാനവാസ് സാറിന് അറിയാം, ഞാൻ ഒരുപാട് പ്രാവശ്യം സാറിന്റെ അതിനു വേണ്ടി ശല്യപ്പെടുത്തിയതാണ്. കളക്ടർക്ക് ലെറ്റർ കൊടുത്തു, അത് മേടിച്ചു തരുന്നത് വരെ സാറ് ഞങ്ങളോടൊപ്പം കൂടി നിന്നു. പിന്നെ ഒരു സൈക്കിൾ ഷെഡിന് വേണ്ടിയുള്ള ലെറ്റർ കൊടുപ്പിച്ചു. പിന്നെ SMC-ക്കാർ അത് ഏറ്റെടുത്തു. അവരതിന്റെ പുറകിൽ കൂടി ഏകദേശം അതിന്റെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞു. നാളെ മിക്കവാറും നമുക്ക് അതിന് താളിടാൻ പറ്റും. ഒന്നായിട്ട് പൂട്ടിപ്പോകുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് ലോക്ക് ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് ഉപയോഗപ്രദമാവുന്ന രീതിയിലേക്ക് നാളെയോ മറ്റന്നാളോ ആ ഷെഡ് എത്തും. അത് കഴിയുമ്പോൾ നമ്മുടെ മക്കളുടെ സൈക്കിൾ ഷെഡിന്റെ പ്രശ്നം തീരും. അപ്പൊ അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്ക് നമ്മളോടൊപ്പം നിന്നതാണ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി. എല്ലാ സ്കൂളിലത്തെ കമ്മിറ്റികളും അതുപോലെ തന്നെ ആവശ്യങ്ങൾക്ക് മുജീബും സലീം വക്കീലും ഒക്കെ നേഴ്സിംഗ് കോളേജിലത്തെ ഒരു റൂം വാങ്ങിത്തന്ന ശരിക്ക് അഡ്വക്കേറ്റ് സലീം സാറിന്റെ ഒരു പ്രയത്നത്തിന്റെ ഫലം തന്നെ പറയാതിരിക്കാൻ പറ്റില്ല. അവിടെ ഞങ്ങൾ കുറെ പ്രാവശ്യം ചെന്നിട്ടും ഞങ്ങളെ മൈൻഡ് ചെയ്യാതെ വന്നപ്പോ സലീം സാഹിബിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല. ഒരു സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ അല്ലേ, കയറി ചെന്ന് ഫയർ ചെയ്ത് ഞങ്ങൾ ഒരു റൂം വാങ്ങി അപ്പം തന്നെ അതിലെ സാധനങ്ങളൊക്കെ മാറ്റി 2ാമത്തെ റൂം ഒന്ന് പിടിപ്പിച്ചെടുത്ത് അവിടെ 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും ഇപ്പോൾ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവിടെ ഇനിയിപ്പോൾ ഇവർക്ക് ഒരു യൂട്ടിലിറ്റി റൂം അങ്ങനെ എന്തോ റൂമുണ്ട്.
സെക്യൂർ ടീച്ചർ അവരുടെ സ്റ്റാഫിനോട് പറഞ്ഞു നിങ്ങളിത് ഉപയോഗിക്കുന്നില്ലല്ലോ, അത് ഞങ്ങൾക്ക് തന്നേക്കെന്ന് പറഞ്ഞപ്പോൾ അത് ചായ കഴിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു റൂമാണ്. അപ്പോൾ അവർ സർബത്ത് കലക്കി സെക്യൂർ ടീച്ചർക്ക് കൊടുത്ത് സുഖിപ്പിച്ചിട്ട് ഞങ്ങൾ ഈ പണിയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇതിന് അവർക്ക് ഈ റൂമല്ല, പ്രിൻസിപ്പലിന്റെ റൂമിൽ ചായ അയക്കുന്നതും ജ്യൂസ് ഉണ്ടാക്കുന്നതും സംഭാരം അടിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ പ്രിൻസിപ്പാളിനോട് ചോദിച്ചാൽ 5 മിനിറ്റ് കൊണ്ട് പഠിപ്പിച്ചു കഴിഞ്ഞു. അത് നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി, നിങ്ങൾ ഒരു റൂം ചെലവഴിക്കേണ്ട യാതൊരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് തമാശയും പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ വന്നതാണ്. അപ്പൊ സത്യത്തിൽ അതിന്റെ റൂമിന്റെ ആവശ്യമില്ല, അതൊന്നും നമുക്ക് പിടിച്ചെടുക്കേണ്ടതുണ്ട്. ഇന്നില്ലെങ്കിൽ നാളെ അത് പിടിച്ചെടുക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ അങ്ങനെ ഈ ആഴ്ച SMC-ക്കാരത് പിടിച്ചെടുക്കുമെന്നാണ് ഇപ്പോഴത്തെ അവിടുത്തെ HM പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അവർ അത് കഴിവുള്ളവർ തന്നെയാണ്, അവർ പിടിച്ചെടുക്കുകയും ചെയ്യും. അതുപോലെ ഓരോ സ്കൂളിലത്തെ SMC-ക്കാരോടും വളരെ സ്നേഹത്തോടെ പറയാനുള്ളത്, നിങ്ങൾ ഈ നൽകിയിരിക്കുന്ന സഹകരണം ഇത് ഖവറത്തിയിലെത്തിയതും മറ്റ് ദ്വീപുകളിൽ നിന്നും വരുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ്, അല്ലാതെ അധ്യാപകരുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ധരിക്കരുത്. അവർക്ക് പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നും അതിലില്ല. കുട്ടികളുടെ ഭാവി മാത്രമേ ഉള്ളൂ. ആരുടെയും അഭിമാന പ്രശ്നങ്ങൾ നോക്കുന്ന ഒരു ഇഷ്യൂവേ ഇല്ല. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് സഹകരിക്കുക. ചീത്ത പറഞ്ഞു, നിങ്ങൾക്ക് ചീത്ത പറയാനുള്ളത് ഞങ്ങൾ തന്നെയാണ്, ഞങ്ങൾ ചീത്ത കേൾക്കാനും തയ്യാറാണ്. ഞാൻ സ്കൂൾ തുറന്നതിന്റെ പിറ്റേ ദിവസം പറഞ്ഞു, എന്നോട് ഒരാൾ പറയാണ് ഇയാൾ വന്നിട്ടാണ് ഖവറത്തിയിലെത്തി സ്കൂൾ നശിപ്പിച്ചത്. ഞാൻ പറയും ഇനി ഒരു 20 ദിവസം കൂടി ഈ നശിപ്പിക്കൽ തുടരും, അത് കഴിയുമ്പോൾ ചില ആൾക്കാർ അയാളോട് പേരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തോ ഒരു വൃത്തി പോരാന്നുള്ള ഒരു കാര്യത്തിനാണ് ഇപ്പോൾ ഇത്രയും ദേഷ്യം വന്നത്. ആ ദേഷ്യം നമ്മൾ സഹിക്കുക. പ്രിൻസിപ്പൽ സാർ സൂചിപ്പിച്ചതുപോലെ ഈ 2.5 മാസം നമ്മൾ ചെയ്തതൊന്നും അവർ കണ്ടിട്ടില്ല, ഈ എടുത്ത പണിയൊന്നും അവർക്ക് അറിയില്ല. പക്ഷെ അന്നത്തെ ദിവസം കുറച്ച് ഈ ഇതിൽ വൃത്തി പോരായിരുന്നു എന്നുള്ളതായിരുന്നു അന്നത്തെ കാരണം. ഇപ്പോഴത്തെ നമ്മുടെ ഈ ബിൽഡിങ്ങിൽ അതിന് വൃത്തി വരണമെങ്കിൽ, ഈ ഈ ബിൽഡിങ്ങിന് വൃത്തി വരണമെങ്കിൽ ഇതിന് സീലിംഗ് നിർബന്ധമാണ്. ഞങ്ങൾ 2 പ്രാവശ്യം ലെറ്റർ കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾ രണ്ടാളോടെ എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് അതിന് സീലിങ്ങിനുള്ള ഒരു നടപടി എടുക്കണം. ഈ സ്കൂൾ ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്ത് സീൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ കരുതണ്ട. പീഡപ്പെട്ടിരിക്കാർ പറഞ്ഞേക്ക് ഏത് സമയത്ത് വന്നാലും ഞങ്ങൾ സൗകര്യം ചെയ്തു തരാൻ തയ്യാറാണ്. ഒരു റൂമിൽ നിന്ന് ഒരു റൂമിലേക്ക് മാറി അതിനെ പാണ്ഡിത്യം സിദ്ധിച്ച പ്രിൻസിപ്പാളുണ്ട്, കൂടെ നിൽക്കാൻ പറ്റിയ അധ്യാപകരുണ്ട്. അപ്പൊ അതൊന്നും ഒരു തടസ്സമേ അല്ല. ഇവിടെ എത്രയും പെട്ടെന്ന് സീലിംഗ്, കാരണം പ്രാവിന്റെ ശല്യം വല്ലാത്ത ശല്യമാണ്. ഒരു ദിവസം സ്കൂളില്ലെങ്കിൽ പിറ്റേ ദിവസം വരുമ്പോഴേക്ക് പ്രാവ് കാഷ്ടിച്ചിട്ട് ബെഞ്ചിലും ഡെസ്കിലും ഒന്നും കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലാണ്. അപ്പൊ എത്ര മറച്ചാലും പിന്നെയും അത് ആ ശല്യം വരുന്നുണ്ട്. സീൽ ചെയ്താൽ മാത്രമേ അതിന് രക്ഷപ്പെടാൻ പോകുന്നുള്ളൂ. അതും ഒന്ന് എളുപ്പത്തിൽ ചെയ്യിപ്പിച്ചു തരണം. അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ പറയുന്ന ഒരു വേദിയല്ല, ഒരു യാത്രയപ്പിന്റെ വേദിയിൽ ഇത്ര സമയം സംസാരിക്കാനും പാടില്ലായിരുന്നു. അവസാനമായിട്ട് ഒരിക്കൽ കൂടി എനിക്ക് പറയാനുള്ളത്, എൻ്റെ സഹപ്രവർത്തകരോട് പറയാനുള്ളത്, ഞാനൊരു വേദിയിൽ അത് പറഞ്ഞതാണ്, ഒരു കാലത്തും ഒരിക്കൽ പോലും ഒരു കുട്ടിയോടും മനസ്സിൽ ദേഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ പെരുമാറാൻ പാടില്ല. നിങ്ങൾ ശരിയായ ഒരു ആക്ടർ ആവണം, ആക്ട്രസ് ആവണം, ഒരു അഭിനയം അവിടെ കാഴ്ചവെക്കുക. കുട്ടികളോട് ദേഷ്യമുള്ളതായിട്ട് അഭിനയിക്കുക. പക്ഷേ ഒരു കാലത്തും മനസ്സിൽ ആ കുട്ടിയോട് ദേഷ്യം ഉണ്ടാവില്ല. ഒരു കുട്ടിയോടും മനസ്സിൽ ദേഷ്യം വെക്കരുത്. കുട്ടിയുടെ ഹയർ മാത്രമേ ഉദ്ദേശിക്കാവൂ, നന്മ മാത്രമേ ഉദ്ദേശിക്കാവൂ. പക്ഷെ ആ കുട്ടി നന്നാകുന്നതിന് വേണ്ടി ദേഷ്യം കാണിക്കൽ നമ്മൾക്കൊരു അനിവാര്യമാണെങ്കിൽ പുറത്തൊന്ന് അഭിനയിക്കുക. വടിയെടുത്ത് ചെറുതായിട്ടൊക്കെ മുട്ടുന്ന രീതിയിലൊക്കെ നമുക്ക് കാണിക്കാം. പക്ഷെ അതൊന്നും അവർക്ക് വേദനിക്കുന്ന രീതിയിലോ മനസ്സ് പറക്കുന്ന രീതിയിലോ സ്കൂളിനോട് വെറുപ്പ് തോന്നിക്കുന്ന രീതിയിലോ ടീച്ചറെ എക്കാലത്തേക്കും ശപിക്കുന്ന രീതിയിലോ ഒന്നും ആകാൻ പാടില്ല. അത് പ്രത്യേകം എൻ്റെ പ്രിയ സഹപ്രവർത്തകർ എപ്പോഴും മനസ്സിലുണ്ടാവണമെന്ന് കൂടി ഇത്തരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഏതെങ്കിലും ഈ സർവീസിനിടയിൽ നമ്മുടെ ഈ 5-6 വർഷം തികയാൻ പോകുന്നു. ഇവിടെ വന്നിട്ട് 6 വർഷവും ഒപ്പം വർക്ക് ചെയ്ത ടീച്ചേഴ്സ് ഉണ്ട്, അതിനിടയിൽ പോയിട്ട് തിരിച്ചു വന്ന ടീച്ചേഴ്സ് ഉണ്ട്, ഞാനിവിടെ വന്നതിന് ശേഷം ട്രാൻസ്ഫറായി പോയി വീണ്ടും തിരിച്ചു വന്ന ടീച്ചേഴ്സ് ഉണ്ട്. സെറീന ടീച്ചർക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് പാട്ട് കിട്ടി അയച്ചിട്ടുണ്ട്. അങ്ങനെ സ്നേഹം പ്രകടിപ്പിച്ചവർ, ഒരുപാട് ഉപഹാരങ്ങൾ തന്നവർ, നന്ദി വാക്ക് പറഞ്ഞവർ, പിന്നെ ഈ ഗ്രൂപ്പുകളൊന്നും തുറക്കാൻ പറ്റാത്ത രീതിയിൽ എഴുതി പിടിപ്പിച്ചവർ, അങ്ങനെ ഇന്ന് 2 സ്കൂളിൽ അങ്ങനെയുള്ള ഒരുപാട് സ്നേഹം കാഴ്ചവെച്ചവർ, മറ്റു ദ്വീപുകളിൽ നിന്ന് വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നും എഴുത്തുകളിലൂടെയും സന്ദേശങ്ങളിലൂടെയും ഫോൺ കോളിലൂടെയും ആശംസകൾ അറിയിച്ചവർ ഒരുപാടുണ്ട്. എല്ലാവർക്കും നന്ദിയുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഇനി മറ്റേ രഹന ടീച്ചറുടെ സ്കൂളിലും
ഹാഷിം സാറിൻ്റെ സ്കൂളിൽ ഒന്ന് യാത്ര പറയാൻ പോകണം. ഇപ്പോഴത്തെ നഴ്സറിയും ബാക്കിയുണ്ട്, 2 സ്കൂളിൽ നിന്ന് കവർ ചെയ്യാൻ പറ്റിയുള്ളൂ. ചില കാരണങ്ങൾ ഇവിടെ അല്പം ധൃതി പിടിച്ച വർക്കുകൾ ഇവിടെ ഉണ്ടായിരുന്നു, അത് കാരണം അവിടെ എത്താൻ പറ്റിയില്ല. സാധ്യമാകുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച വരാം, ഇല്ലെങ്കിൽ ഒന്നുകൂടെ യാത്ര ചോദിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഇന്ന് സബീർ സാറ്, നമ്മുടെ സബീർ സാറ് 5-ാം തീയതിയുടെ കപ്പലിനാണ്ട് ടിക്കറ്റ് വാങ്ങി തന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. അത് ചുറ്റിക്കറങ്ങി ആന്ധ്രത്തേക്ക് പോകുന്ന ഒരു വെസലാണ്. നിർമ്മയി അതിലാണ് യാത്ര ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് കവരത്തി ആയതുകൊണ്ട് എന്തായാലും പല ആവശ്യങ്ങൾക്കും വരേണ്ട സ്ഥലം കൂടിയാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും വരാം. എനിക്ക് അവസാനമായിട്ടൊന്നുകൂടെ പറയാനുള്ളത്, കഴിഞ്ഞ സെൻഡ് ഓഫ് പാർട്ടിയിൽ നമ്മുടെ പ്രിയങ്കരനായ ബഹുമാന്യനായ ആദരവുള്ള ദഹിയ സാർ പറഞ്ഞൊരു വാക്കുകളാണ്. എപ്പോഴെങ്കിലും ആന്ധ്രത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ, ആ വഴി വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എല്ലാവരുടെയും കയ്യിൽ ഫോൺ നമ്പറുണ്ട്. മിക്കവാറും എല്ലാ ടീച്ചേഴ്സിൻ്റെ കയ്യിലും എൻ്റെ ഫോൺ നമ്പർ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. വിളിക്കണം, അറിയിക്കണം, അറിയിക്കാതിരിക്കരുത്. വരാൻ പറ്റിയില്ലെങ്കിൽ ഫോണിലൂടെ ബന്ധപ്പെടാം. വരാൻ പറ്റിയെങ്കിൽ വന്ന് കാണാം. എന്തായാലും നിങ്ങൾ സാറ് പറഞ്ഞതുപോലെ ഇനി അങ്ങോട്ടുള്ളൊരു ബന്ധം വിച്ഛേദിക്കുകയാണെങ്കിൽ, ആന്ധ്രത്ത് വന്നിട്ട് വിവരം അറിയിക്കാതിരിക്കുകയാണെങ്കിൽ, ആന്ധ്ര വഴി വരുമ്പോൾ ഒരു സന്തോഷത്തിനെങ്കിലും വിളിക്കാതിരിക്കുകയാണെങ്കിൽ ഈ കാണിക്കുന്നതൊന്നും യഥാർത്ഥ സ്നേഹമല്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഇവിടെ വെച്ച് തീർക്കാനുള്ള ബന്ധമായിട്ടാണ് എനിക്ക് പിന്നെ അത് തോന്നേണ്ടത്. അങ്ങനെയല്ല, ഈ ബന്ധം തുടരേണ്ടതാണ്. നമ്മൾ ഈ പിരിഞ്ഞു പോകുന്ന ഈ ലോകത്ത് ആരും ആരോടും ശത്രുത പുലർത്തേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും പിരിഞ്ഞു പോകാനുള്ളതാണ്. ആരെങ്കിലും അലായിന്ന ദുനിയാനാല ദാറുൽ ലിർഹിലതി ലൈസത് ഖറാറൻ ലിൽഇദാ വൽ അഹിബ്ബതി വലൗ കാനതി ദുനിയാ തദൂമു ലിരിഫഅതി ലകാന റസൂലുള്ളാഹി ഫിഹാ ബിദുമ്മതി. തീർച്ചയായിട്ടും യാത്ര പറയാനുള്ള ഒരു വീടാണിത്. ആരോടും വിദ്വേഷം വെക്കാൻ പാടില്ല. സ്നേഹത്തിൽ മാത്രമേ പെരുമാറാവൂ. ശത്രുവായാലും മിത്രമായാലും പിരിഞ്ഞു പോവേണ്ടതാണ്. ഇവിടെ നിന്ന് വിടവാങ്ങി പോവേണ്ടവരാണ് നമ്മൾ. അതിന് അങ്ങനെ ആരെങ്കിലും വിടവാങ്ങാതെ ബാക്കിയാകുമായിരുന്നുവെങ്കിൽ മുത്തനബി ലോകത്ത് ബാക്കിയാകുമായിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എല്ലാവർക്കും പോകേണ്ടവരാണ്. അപ്പൊ അതുകൊണ്ട് സന്തോഷത്തോടെ സ്നേഹത്തോടെ വേണം നമ്മൾ വർദ്ധിക്കാനും. എന്തെങ്കിലും മനസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് വല്ലതും ഈ പ്രവർത്തന മേഖലയിൽ ഈ കാലഘട്ടത്തിൽ എന്നിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. ഇങ്ങോട്ട് വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തേ പൊരുത്തപ്പെട്ട് കഴിഞ്ഞതാണ്. ഒരിക്കലും ഞാനൊരു അധ്യാപകനോടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനസ്സിൽ ഉറപ്പ് വെച്ചുകൊണ്ട് ദേഷ്യം കാണിച്ചിട്ടില്ല. പ്രത്യേകിച്ച് സാദിഖിനോടും കാണിച്ചിട്ടില്ല എന്നുള്ളത് സാദിഖ് ഓർക്കണം. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഈ കാലത്തിൽ എന്നിൽ നിന്ന് ഹൈറായ വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ളതാണെന്നോ, എന്തെങ്കിലും മോശമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നഫ്സിന്റെ ഭാഗത്ത് നിന്നാണെന്ന് കരുതി പൊരുത്തപ്പെടണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വിരുന്ന് സൽക്കാരത്തിനും നിങ്ങൾ നൽകിയ ഊഷ്മളമായ സ്നേഹോപകാരത്തിനും എല്ലാത്തിനും ഏത് ഭാഷയിലാണ് നന്ദി പറയേണ്ട അറിയില്ല. ഓരോരുത്തർക്കും അർഹമായ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. തീർച്ചയായും സാറ് പറഞ്ഞ വാക്കുകൾ ഞങ്ങളെ നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി നമ്മുടെ ഏജൻ സലാം സാറിനെ ക്ഷണിക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒന്നാമത് എൻ്റെ സൗണ്ട് തന്നെ ശരിയില്ല. ആദ്യം തന്നെ സറീന ടീച്ചർ എന്നെ സ്വാഗത പ്രസംഗത്തിലാണ് എന്നോട് സംസാരിക്കാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ശരിയാവില്ല. കാരണം ഞാനിവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് തന്നെ 8 വർഷമായി. പിന്നെ അന്തിയോ ഉഷായോ ഒന്നും നിസ്കരിച്ചില്ല. അപ്പം ഖലീൽ സാറിൻ്റെ ഈ പാർട്ടി ഒന്ന് ഗ്രാൻഡ് ആക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ്. സത്യം പറഞ്ഞാൽ കുടിച്ചിട്ട് വന്നില്ലെങ്കിൽ വീണ്ടും വിയർപ്പെടുന്നൊരവസ്ഥയാണിത്. മാത്രമല്ല ഇവിടെ കുറേ ആൾക്കാർ പ്രസംഗിക്കേണ്ടായി. ഖലീൽ സാറിൻ്റെ വിടവ് ഒരു കാരണവശാലും നമുക്ക് നികത്താൻ പറ്റാത്ത ഒന്നാണ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, 100% പറ്റിയില്ലെങ്കിലും ഒരു 50% ഞാൻ അത് നികത്താൻ ബാധ്യസ്ഥനാണ്. അത് തീർച്ചയായും ചെയ്യും. കാരണം അതിനുള്ള ധൈര്യം, ആത്മവിശ്വാസം എനിക്ക് തന്നത് ആന്ധ്രത്തിൽ എനിക്ക് കിൽത്തലിലേക്ക് ഇവിടുന്ന് ട്രാൻസ്ഫറായി പോയപ്പോൾ ഞാൻ നമ്മുടെ യു സാറിനോട് ഒരു വിഷമം പറഞ്ഞു.
നമ്മൾ സാർ എനിക്ക് കിട്ടാൻ പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്, എന്നെ വേറെ എവിടെയെങ്കിലും മാറ്റി തരാൻ പറ്റുമോ? അപ്പോൾ സാർ എൻ്റെ അടുത്ത് ചോദിച്ചു, ആന്ധ്രോത്തിലെ പണ്ടാത്തി സ്കൂളിലെ HM ചാർജ് എടുക്കാൻ പറ്റുമോ? സത്യം പറഞ്ഞാൽ ആന്ധ്രോത്ത് പോകുമ്പോൾ എനിക്ക് ആന്ധ്രോത്ത് പണ്ടാത്തി സ്കൂൾ എങ്ങനത്തെ സ്കൂളെന്ന് പോലും അറിയില്ല. ആദ്യമായിട്ട് പോവല്ലേ. ഞാൻ പറഞ്ഞ ഏതായാലും ആന്ധ്രോത്തിലെ പുതിയാപ്പിള ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു റെഡി, ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ധൈര്യത്തിൽ ആന്ധ്രോത്ത് പണ്ടാത്തി സ്കൂളിലേക്ക് HM ചാർജിൽ പോയി. എൻ്റെ താഴെ വർക്ക് ചെയ്ത ലത്തീഫ ടീച്ചറുണ്ട്, ടീച്ചർ മാത്രമേ ഉള്ളൂ അവിടെ ഉള്ളത്. അപ്പോൾ അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ സ്കൂളൊക്കെ കൺട്രോൾ ചെയ്ത് പോയി. പിന്നെ അവിടുത്തെ SMC കുറച്ചൊക്കെ പ്രോബ്ലമൊക്കെ ആയി വന്നപ്പോൾ അവർക്ക് പെർമനൻ്റ് HM വേണം. കാരണം ഞാൻ പോയ സമയത്ത് തന്നെ കുറച്ച് സ്ട്രിക്റ്റായിട്ട് പിടിച്ചു. അപ്പോൾ തീരെ അവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് അവസാനം പെർമനൻ്റ് HM വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ MB കലീൽ സാർ ഹൈസ്കൂളിൽ HM ആയിട്ടുണ്ട്. അവിടെ ഓൾറെഡി BB സാർ HM ഉണ്ട്. അങ്ങനെ MB കലീൽ സാർ വന്നപ്പോൾ അവിടെ HM ഇല്ല ഹൈസ്കൂളിൽ. BB സാർ റിട്ടയർഡ് ആകാൻ പോവാണ്. അങ്ങനെ GK സാറിൻ്റെ നേതൃത്വത്തിൽ എന്നെ അങ്ങോട്ട് മാറ്റി. BB സാർ റിട്ടയർഡ് ആയപ്പോൾ അവിടെ HM ഇല്ല, HM ഇല്ല, ആരുമില്ല. അങ്ങനെ അതിൻ്റെ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചു. എന്നേക്കാളും ഒരു 7 പേര് സീനിയർ ടീച്ചേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറയും, നിങ്ങൾ ആരും ഏറ്റെടുക്കുന്നില്ലെങ്കിൽ ഞാൻ ഏറ്റെടുക്കാം, കാരണം ശരിയല്ലല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഇതിനേക്കാളും കൂടുതൽ സ്റ്റാഫ് ആന്ധ്രത്തിലുണ്ട്, ഇതിനേക്കാളും സ്ഥാപനങ്ങൾ, അതായത് ഏകദേശം 8 സ്കൂളുണ്ട്. GK സാർ പോയതിനു ശേഷം സാജു സാറായിരുന്നു. അപ്പോൾ അവിടെ വർക്ക് ചെയ്ത് നമ്മുടെ കമാൽ സാറിന് അറിയാം. കമാൽ സാർ വേറെ സ്കൂളിലായിരുന്നു. പരമാവധി നല്ല രീതിയിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കവർത്തിക്കാരനാണ്, എന്നിട്ടും ഞാനവിടെ നന്നാക്കാൻ വേണ്ടി നന്നായിട്ട് പരിശ്രമിച്ചു. അപ്പോൾ പല പാരൻസും എൻ്റെ അടുത്ത് ചോദിച്ചതാണ്, സലാം മാഷ് നിങ്ങൾ കവർത്തിക്കാരനല്ലേ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, നിങ്ങൾ ഈ നാടകമൊക്കെ നന്നാക്കണമെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പം ഞാൻ തിരിച്ചു ചോദിച്ചു, നിങ്ങളുടെ കുട്ടികൾ നന്നാവണം നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? കാരണം ഞാൻ പോയപ്പോൾ കുറച്ച് യൂണിഫോമിൻ്റെ കാര്യം എല്ലാം സ്ട്രിക്റ്റാക്കി. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഡെയിലി ഇട്ടുകൊണ്ട് വരാനൊരു മടി. പ്രത്യേകിച്ച് മഴ പെയ്ത് കഴിഞ്ഞാൽ ആന്ധ്രത്തൊരു ശീലമുണ്ട്, മഴയത്ത് കുളിക്കുക, ഗ്രൗണ്ടിൽ ചാടുക. അപ്പോൾ ഇതൊക്കെ ഞാൻ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ സമ്മതിച്ചില്ല അവിടെ. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഇവിടെയും പ്രിൻസിപ്പാൾ കലീൽ സാറും, എനിക്ക് തോന്നുന്നു എനിക്ക് HM ചാർജ് തന്നതിൻ്റെ പിന്നിൽ കലീൽ സാറെന്നൊരു സംശയമുണ്ട്. എന്തോ ഒരു ആത്മവിശ്വാസം എന്നിൽ അർപ്പിച്ചത് കൊണ്ടായിരിക്കാം എന്നെ ഇത്ര ധൈര്യത്തിൽ ഏൽപ്പിച്ചതും ഞാൻ നോ പറയാതെ സ്വീകരിച്ചതും. പിന്നെ ഒരു ആശ്വാസമുള്ളത്, ആന്ധ്രത്തിൽ കുറച്ച് പീരീഡ് കൂടുതലുണ്ടായിരുന്നു, എന്നിട്ടാണ് ഞാൻ HM ഒക്കെ വർക്ക് ചെയ്തത്. പക്ഷെ ഇവിടെ അതിനൊരു ആശ്വാസം തന്നു, അതിന് ഞാൻ തീർച്ചയായിട്ടും കടപ്പെട്ടിരിക്കുന്നു. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എൻ്റെ കർത്തവ്യം നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഏകദേശം സമയം 12 മണി, വളരെ ദീർഘിച്ചു പോയി. ആദ്യമായിട്ട് നമ്മുടെ മുഖ്യാതിഥി കലീൽ സാർ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഈ പാർട്ടിയിൽ പങ്കെടുക്കാൻ എത്തിയതിൽ അദ്ദേഹത്തിന് ഞാൻ ആദ്യമായി നന്ദി പറയും. പിന്നെ നമ്മുടെ EO രവി സാർ, ഷാനവാസ് സാർ, പ്രിൻസിപ്പാൾ സാർ, ചുരുക്കി പറയാം, വേദിയിലിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച്, പിന്നെ എൻ്റെ സഹപ്രവർത്തകർ, അധ്യാപക സുഹൃത്തുക്കൾ, മാത്രമല്ല ഓരോ സ്കൂളിലെയും SMC ഭാരവാഹികൾ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ഇതിൽ പങ്കെടുത്തതും ഇത് വിജയിപ്പിച്ചതിനും എൻ്റെ പേരിലും ഞങ്ങൾ മൊത്തം അധ്യാപകരുടെ പേരിലും സ്കൂൾ കോംപ്ലക്സിൻ്റെ പേരിലും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സ്വാഗതം.